ഞങ്ങൾ ആരാധിക്കുന്നില്ല. ആരാധനയുടെ നെളീറാണ് അത്. നിങ്ങൾ അതിലേക്ക് എപ്പോഴും എത്തിയിട്ടില്ല. ആരാധനയുടെ തുല്യമുള്ളതാവണമെങ്കിൽ ഈ ചെയ്യുന്ന പ്രവൃത്തി ആരാധനയാവണ്ടേ? ആരാധനയാവണമെങ്കിൽ എന്ത് വേണം? മുജാഹിദിന്റെ അൽമനാർ പറയുന്നു, ദിവ്യത്വം ചാർത്തണം. സുന്നികളായ ഞങ്ങൾ അമ്പിയാക്കന്മാരെ ഖബറിനെത്തിയിട്ട് ശഫാഅത്ത് തേടുമ്പോഴേക്ക് അതെന്താകുന്നില്ല? ദിവ്യത്വം ചാർത്തുന്നില്ല. അല്ല, നിങ്ങൾ വർച്ചമായി ശഫാഅത്ത് തേടുമ്പോഴേക്ക് ശിർക്കാവുന്ന എന്നാ ഈ പണ്ട് ഇമാമികളൊക്കെ മുശ്രിക്കാന്ന് പറഞ്ഞില്ലേ? വിഡ്ഢിത്തല്ലേ നിങ്ങൾ ഈ പറഞ്ഞത്? നിങ്ങളൊന്നും ചിന്തിക്കണ്ടേ? നിങ്ങളെ വാദം സ്ഥാപിക്കാൻ വേണ്ടി കുൽസിത ശ്രമങ്ങൾ നടത്തുമ്പോ ഈ കണ്ട ഇമാമിങ്ങളൊക്കെ കാഫിറും മുശ്രിക്കും ആവൂലേ? വിഡ്ഢിത്തല്ലേ? അതായത് നിങ്ങൾ ചിന്തിക്കേണ്ടതല്ലേ? അപ്പൊ ആ വാദങ്ങൾ വെക്കുന്ന അർത്ഥം ശരിയല്ല. അതതിന്റെ അർത്ഥമല്ല. ഇതാ ഞാൻ പറയുന്നത്. പിന്നെ അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം ഞാൻ ഈ പറഞ്ഞത് ആരാധനാ സ്വഭാവത്തിലുള്ള ആദരിക്കലും ആദരവുമാണ് പറയുന്നത്. അത് ചെയ്യാൻ പറ്റുമോ? പറ്റൂല. അത് ഒരാൾക്കും ചെയ്യാൻ പറ്റൂല. സൃഷ്ടികൾക്കും പറ്റും, മുസ്ലിങ്ങൾക്കും പറ്റൂല, അല്ലാത്തവർക്ക് ഒരാൾക്കും പറ്റൂല. അതാണ് റാസിയ പറഞ്ഞത്. അത് ചെയ്യരുത് എന്നാണ് ഇമാം റാസി തഫ്സീറുൽ കബീറിൽ രേഖപ്പെടുത്തിയത്. അത് മക്കയിലെ മുസ്ലിങ്ങൾ ചെയ്യുന്നതിന് സമാനമാണ്. ഞങ്ങൾക്ക് ആർക്കും തർക്കമില്ല. ഞങ്ങൾ ചെയ്യാത്തൊരു കാര്യം ഞങ്ങളെ മേലെ അടിച്ചേൽപ്പിടി. എന്തൊക്കെ അതുകൊണ്ട് നേട്ടം നമുക്കറിയില്ല. ഞങ്ങൾ ഇതുകൊണ്ട് മുശ്രിക്കാവുമെങ്കിൽ, നിങ്ങൾ ഇത് ചിന്തിക്കണം, ഞങ്ങൾ ഇതുകൊണ്ട് മുശ്രിക്കാവുമെങ്കിൽ ഇമാം ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി മുശ്രിക്കാവേണ്ടി വരും, ഇമാം മുഹിബുത്തബരി മുശ്രിക്കാവേണ്ടി വരും, ബഹുമാനപ്പെട്ട ഇമാം തൊബറാനി മുശ്രിക്കാവേണ്ടി വരും, ഇതാ ഗൗസുൽ മുശ്രിക്കാവേണ്ടി വരും. എത്ര ഇമാമികൾ ഇവരൊക്കെ മുശ്രിക്കാവേണ്ടി വരും. എന്ത് വിഡ്ഢിത്തം ഈ പറയുന്നത്? ഇവർക്കൊന്നും തിരിയാത്തൊരു തൗഹീദ് നിങ്ങൾ പറയുമ്പോൾ അതൊരു 2ാം നമ്പറല്ലേ? അത് ശരിയല്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കി. എത്ര ലളിതാണ്. അതാ നമുക്ക് പറയാനുള്ളത്. ഇതിപ്പോ ഞാൻ വായിച്ചത് അവരുടെ തന്നെ ഇബാറത്താണ്. പിന്നെ തഅലീമ ചെയ്യണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. നേരെ മറിച്ച് തഅലീമ നടത്തുമ്പോൾ ഒരു അഖീദ ഉണ്ട്. അതെന്താ? ഖബറുകളെ എല്ലാവരുടെയും, മുസ്ലിങ്ങളുടെ എല്ലാവരുടെയും ഖബറുകളെ നമ്മൾ തഅലീമ നടത്തണം. പക്ഷേ ആ തഅലീമ നടത്തുമ്പോൾ ആ തഅലീമ നടത്തപ്പെടുന്ന ഖബറുകൾ അള്ളാഹുവിന്റെ അടുക്കൽ ശഫാഅത്ത് ചെയ്യും എന്ന് വിശ്വസിച്ചാൽ ശിർക്കാവുന്നുണ്ട്. ഖബറുകൾ ശഫാഅത്ത് ചെയ്യുന്നു, ഖബറിലുള്ളവർ ശഫാഅത്ത് ചെയ്യുന്നു. ഖബറിലുള്ളവർ ശഫാഅത്ത് ചെയ്യുന്ന ശിർക്കാവുന്ന. എന്നാ ഞാൻ ചോദിക്കട്ടെ, ഇമാം അതൊന്ന് ചിന്തിക്കും. ഗൗസുൽ ആലം തങ്ങൾ പറയുന്നു, ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ഇമാമുകളൊക്കെ പറയുന്നു അവരൊക്കെ ശഫാഅത്ത് ചെയ്യണം എന്നാ പറഞ്ഞത്. അപ്പൊ ശഫാഅത്ത് ചെയ്യാതെ റസൂൽ ശഫാഅത്ത് ചെയ്യും എന്ന് വിശ്വസിച്ചുകൊണ്ടല്ലേ ഈ പറയണത്? അപ്പൊ ഇവരൊക്കെ മുശ്രിക്കായോ? എന്താ നിങ്ങൾ ഈ പറയുന്നത്? നിങ്ങൾ മുജാഹിദിന്റെ തല കൊണ്ട് ചിന്തിക്കല്ലേ, മനുഷ്യന്റെ തല കൊണ്ട് ചിന്തിക്കും. എന്തെങ്കിലത് അത് നിങ്ങൾ ചിന്തിക്കണ്ടല്ലേ? ഇവരൊക്കെ കാഫിറാവോ? ഇവരൊക്കെ മുശ്രിക്കാവോ? എന്ത് വിഡ്ഢിത്താ ഈ പറയണത്? അപ്പൊ ഇവർക്ക് ആർക്കും തിരിഞ്ഞില്ല. മുജാഹിദ് ആഫീസിലുള്ള നിങ്ങൾ 4 ആൾക്ക് മാത്രം തിരിഞ്ഞു. അതൊരു മനുഷ്യൻ എന്താ? നിങ്ങൾ അതൊരു മനുഷ്യനോട് പറയാൻ പറ്റും? ഞങ്ങൾക്ക് മാത്രമേ അതിന്റെ അർത്ഥം തിരിഞ്ഞിട്ടുള്ളൂ, വേറെ ആർക്കും തിരിഞ്ഞിട്ടില്ല എന്ന് പറയാൻ പറ്റും? ഇവരൊക്കെ ശഫാഅത്ത് തേടണം. അവിടെ പോയി തേടുന്നത് സുന്നത്താണ്. ശഫാഅത്ത് ആഗ്രഹിക്കാം. എല്ലാ ഇമാമികളും 100 ഞാൻ പറയുന്നു പറഞ്ഞാൽ പറയും. ഞാൻ എനിക്ക് അറിവുണ്ട് അതിനെപ്പറ്റി, പഠിച്ചിട്ട് പറയാണ് ഞാൻ. അപ്പൊ ഈ 100 ഇമാമിങ്ങളും മുശ്രിക്കായോ കാഫിറായോ? എന്ത് വിഡ്ഢിത്തങ്ങൾ ഈ പറഞ്ഞത്? അപ്പൊ ആ പറഞ്ഞതിന്റെ അർത്ഥം അതല്ല. അതാ ഞാൻ പറഞ്ഞത്, അത് ആരാധനാ സ്വഭാവത്തിലുള്ള താളീമാണ്. ആരാധനാ സ്വഭാവത്തിൽ താളീം ചെയ്യുകയും എന്നിട്ട് ശഫാഅത്ത് ആഗ്രഹിക്കും ചെയ്യാൻ പറ്റുമോ? പറ്റൂല. അത് ശിർക്ക് തന്നെയാണല്ലോ. ആർക്കാ സംശയമുള്ളത്? ആരാധന സ്വഭാവത്തിൽ താളീം ചെയ്യാൻ പറ്റൂല, അതെന്നെ ശിർക്കാണ്. പിന്നെ ഓരോ ഒന്നുകൂടി ചെയ്തു, ശഫാഅത്ത് തരാൻ പറ്റാത്ത അവരുടെ ദൈവങ്ങളിൽ ലാത്ത ഉസ്സ മനാത്ത ആ തരായി ദൈവങ്ങൾ, അവരിൽ നിന്ന് ശഫാഅത്ത് തേടും ചെയ്തു. അത് വേറൊരു ശിർക്കാണ്. ശിർക്കിന്റെ ശിർക്കാണത്. ആർക്കും സംശയമില്ല. നമ്മൾ ചെയ്യുന്നത് അങ്ങനെയല്ല. നമ്മൾ എന്താ ചെയ്യുന്നത്? അള്ളാന്റെ റസൂലിൽ നിന്ന് ശഫാഅത്ത് തേടുകയാണ്. റസൂലുള്ളാഹി തങ്ങൾക്ക് ശഫാഅത്ത് ചെയ്യാൻ കഴിയും, ചെയ്യും, തേടണം. ലോകത്ത് കഴിഞ്ഞ ഇമാമികളൊക്കെ എഴുതുന്നു. നിങ്ങൾ പറയുന്നു അത് ശിർക്കാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഈ ഇമാമുകളൊക്കെ മുശ്രിക്കാണ്. എന്നാ ഞങ്ങളൊക്കെ ഓലപ്പാണ് എന്നാ ഞങ്ങൾ പറഞ്ഞതേ. അതാ ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങൾ ആരും നിങ്ങളൊപ്പല്ല. ഞങ്ങളൊക്കെ ഈ പറഞ്ഞ ഇമാമികൾ ഒപ്പാകുന്നു. ഞങ്ങളൊക്കെ നരകത്ത് പോകും. ബല കൂടെ കാര്യമാണ്. എന്നാ ഞങ്ങളോട് പോയിക്കോട്ടെ. ഞങ്ങളെ മുമ്പിലുണ്ടാവും ആര്? ഈ സ്വഹാബി ഉഖബത്ത് ബിൻ ആമിർ ഉണ്ടാവും, ഇമാം ഷാഫി ഉണ്ടാവും, മാലിക് ഇമാം ഉണ്ടാവും. ഓലൊക്കെ പതാകയും പിടിച്ച് പോലോടത്തേക്ക് പോകാൻ ഞങ്ങൾ പാട്ടും പാടി പോകില്ലേ? ഒരു പ്രശ്നവും ഞങ്ങൾക്കില്ല. അത് നരകം എന്ന് പറയുന്ന, നിങ്ങൾ പറയുന്ന നരകമാണെങ്കിൽ അതിന്റെ പേര് സ്വർഗ്ഗമാണ്. അത് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. അത് ശിർക്കല്ല, അത് തൗഹീദാണ്. നിങ്ങൾ തെറ്റിദ്ധരിച്ചാൽ ആ തെറ്റിദ്ധാരണ തീർത്തേ മതിയാവും. അത് അബദ്ധമാണ്. നിങ്ങൾ പറയുന്നത് ശരിയല്ല. അങ്ങനെ ശഫാഅത്ത് തേടുമ്പോഴേക്ക് റസൂലുള്ളാഹിൽ നിന്ന് ശഫാഅത്ത് തേടുമ്പോഴേക്ക് അത് ശിർക്കാണ് എന്ന വാദം ഇസ്ലാം പഠിപ്പിച്ചിട്ടേ ഇല്ല. ഉണ്ടെങ്കിൽ കൊണ്ടുവരാം. അങ്ങനെയാണെങ്കിൽ ഈ കണ്ട ഇമാമുകളൊക്കെ മുശ്രിക്കാവൂലേ? അപ്പൊ പിന്നെ അവിടുത്തെ പ്രശ്നം എന്താ? ഓല് ശഫാഅത്ത് തേടി. എവിടുന്ന് തേടി? അനർഹരിൽ നിന്ന് തേടി. ശഫാഅത്ത് കൊടുക്കാൻ കഴിയാത്ത ആളുകൾ, അതായത് അവരുടെ ദൈവങ്ങൾ ലാത്ത ഉസ്സ മനാത്ത അസ്നാം ഔസാന്, അതിനൊന്നും ചെയ്യാൻ കഴിയില്ല. ഇൻതദുഉഹും, ഖുർആൻ പറഞ്ഞില്ലേ, ഇൻതദുഉഹും ലാ യസ്മഉ ദുആഅക്കും. ആ ദൈവങ്ങളെന്ന് വിളിച്ചിട്ട് ഒരു കാര്യമില്ല, അവർ ഉത്തരം ചെയ്യൂല. വലൗ സമീഉ മസ്തജാബു ലക്കും, കേട്ടാ തന്നെ ഉത്തരവും ചെയ്യൂല. ഒന്നും ചെയ്യാൻ കഴിയില്ല. അവരെ വിളിച്ചിട്ട് കാര്യമില്ല. അത് ശിർക്കാണ്. അവരിൽ നിന്ന് ശഫാഅത്ത് തേടാനും പറ്റൂല. അത് ശിർക്കാണ്. ഞങ്ങൾക്ക് ആർക്കും തർക്കില്ല.
നമ്മളെ വിഷയം അതല്ലല്ലോ. നമ്മളെ വിഷയം എന്താ? ആരംഭ റസൂലുള്ളാഹി, റസൂലുള്ളാഹിയിൽ നിന്ന് വിളിച്ച് ശഫാഅത്ത് തേടുന്നത് ശിർക്കാണ്, അല്ലെങ്കിൽ റസൂലുള്ളാഹിനെ വിളിക്കുന്നത് ശിർക്കാണ് എന്ന് പറഞ്ഞ ഒരു ഇമാം, ഒറ്റ ഇമാം. നിങ്ങൾ 10 വായിച്ചല്ലോ, വായിച്ച ഒന്നിന്റെ കഥയാണ് ഇപ്പത്. ബാക്കി നമ്മളെടുത്ത് പറയണോ? ഒന്നിന്റെ കഥ ഏത്? ഒറ്റ ഇബാറത്തിനും കാണിക്കാൻ കഴിയില്ല സുഹൃത്തെ. അതാ ഞാൻ പറയുന്നത്. ഞാനത് പഠിച്ചിട്ട് പറയാണ്. ഞാൻ നല്ലോണം ഖുർആനും സുന്നത്തും പഠിക്കും, പുറമെ മുജാഹിദിനും പഠിക്കും. നിങ്ങളിത് ഒന്നും പഠിക്കൂല. നിങ്ങൾ ആഫീസിൽ നിൽക്കുന്ന ഷീട്ടേ പഠിക്കുള്ളൂ. ഇതാണ് നമ്മൾ തമ്മിലുള്ള കുഴപ്പം. നിങ്ങൾ ഈ വായിക്കുന്ന കിതാബിന്റെ അപ്പുറപ്പുറം വായിച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഇത് നിങ്ങൾ ഇനം തിരിച്ചു മനസ്സിലാക്കണം. ശഫാഅത്ത് തേടല്, ശഫാഅത്ത് ആഗ്രഹിക്കല്, റസൂലുള്ളാഹി അങ്ങനെ ശഫാഅത്ത് ചെയ്യുമെന്ന് കരുതല് ശിർക്ക് അല്ലേ? അല്ല. അങ്ങനെ ചെയ്തുകൊണ്ട് ശിർക്കാണെന്ന് ലോകത്തൊരാളും പറഞ്ഞിട്ടില്ല. അപ്പൊ റാസി പറഞ്ഞതോ അത് റസൂലുള്ളാഹിയോ മഹാത്മാക്കളിൽ നിന്നോ ശഫാഅത്ത് തേടുന്നതിനെ കുറിച്ചല്ല. പിന്നെന്താണ് അത്? അള്ളാഹു ഇഷ്ടപ്പെടാത്ത എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ബദലായിട്ടുണ്ടാക്കിയിട്ടുള്ള ദൈവങ്ങളുണ്ട്. അള്ളാഹുവിന് സമർപ്പിക്കേണ്ട ആരാധന അള്ളാഹു അല്ലാത്തവർക്ക് സമർപ്പിച്ചിട്ടുള്ള ദൈവങ്ങളുണ്ട്. ആ ഇലാഹുകൾ, ദൈവങ്ങൾ ആരാധന സമർപ്പിക്കുക, അത് സമർപ്പിച്ച ശിർക്കാണ്. അങ്ങനെയുള്ള ദൈവങ്ങളിൽ നിന്ന് ശഫാഅത്ത് തേടുന്നതും ശിർക്കാണ്. ഇത് അപ്പഴാ അതിന്റെ നെളിയറുഹു, അതിന് നെളിയറാവുള്ളൂ സുഹൃത്തെ. അത് നിങ്ങൾ ഇനം തിരിച്ചു മനസ്സിലാക്കണം. അപ്പൊ റാസി ഇമാമിന്റെ ഇബാറത്തിൽ റസൂലുള്ളാഹിനെ വിളിക്കൽ ശിർക്കാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി നിങ്ങൾ വായിച്ച ഇബാറത്തിന്റെ നിജസ്ഥിതിയാണ് ഞാൻ ഈ പറഞ്ഞത്. നിങ്ങൾ ഇതുപോലെ വൽ യുഖസ് മാലം യുഖൽ, ഇതുപോലെ തന്നെയാണ് ബാക്കിയുള്ള ഇബാറത്തിന്റെ ഒക്കെ അവസ്ഥ. അത് കണ്ട് ഹല്ല് ചെയ്താൽ അതിലൊന്നും അത് ശിർക്കാന്നുണ്ടാവില്ല. അത് വേറെ വർത്താനാണ് അതിലൊക്കെ പറയുന്നത്. ഏത് ഉദ്ധരിച്ചോളി, ഞാൻ ബാധ്യസ്ഥനാണ്. ഞാൻ ഓരോന്നൊക്കെ ഹല്ല് ചെയ്ത് തരാം. അർത്ഥാണ് വെച്ചിട്ട് ശരിയാക്കി തരുള്ളൂ ഞാൻ. അതല്ലേ ഈ നിലക്കാമോ ഹല്ല്? അതെ, ഈ നേരത്തെ ഹല്ല് ചെയ്യാം. അപ്പൊ ജനങ്ങൾക്ക് തിരിയും, അടോളികൾ ഈ ആൾക്കാർക്കൊക്കെ തിരിഞ്ഞു. അതാ രസം. നിങ്ങൾ അതായത് നിങ്ങൾ കരുതിയ മാതിരി ആവൂല. അത് നിങ്ങൾ കരുതിയ മാതിരിയാണെങ്കിൽ മുജാഹിദ് ഓഫീസിൽ നാളെ പിടിച്ചോണ്ടിരേണ്ടി വരും. ഞാൻ അത് പഠിച്ച ചിലക്കാ ഞാൻ പറയാ. അപ്പൊ ഹല്ല് ചെയ്യുമ്പോൾ തിരിയും ചെയ്യും. അതിനെ എണ്ണിക്കാൻ കഴിയുന്നില്ല. അതിനെ എണ്ണിക്കൊക്കെ കഴിയുന്നില്ല. കൈയടിക്കാൻ പാടില്ല. അത് ഇസ്ലാമിക സംസ്കാരം അല്ലേ? അല്ല. ഞമ്മക്കതിൽ യാതൊരു സംശയം പാടില്ല. കൈയടി ഇസ്ലാമിക സംസ്കാരം അല്ലാതെ പാടില്ലാത്തതാണ്. കറാഹത്താണെന്നും ഹറാമാണെന്നും അഭിപ്രായമുണ്ട്. ഇതിലെ 794 വഫാത്തായ അല്ലാമ സർക്കഷി ഈ കാര്യം പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പറയൂ. നബി ഇതിൽ പെടൂല എന്നാണ് നിങ്ങൾ പറഞ്ഞത്. ആര്? നബി ഇതിൽ പെടൂല, മഹാരഥന്മാർ പെടൂല. അങ്ങനെ മഹാരഥന്മാരിൽ നബി പെടൂല എന്ന് ഞാൻ പറഞ്ഞോ? പടച്ചോനെ, അങ്ങനല്ല ഞാൻ പറഞ്ഞത്. മഹാരഥന്മാർ ഈ പറഞ്ഞ തഅലീമിൽ പെടൂല എന്നാണ് നിങ്ങൾ പറഞ്ഞത്. അങ്ങനല്ല പറഞ്ഞത്. അങ്ങനല്ല പറഞ്ഞത്. ദിവ്യത്വം ചാർത്തിക്കൊണ്ടുള്ള ആരാധനാ സ്വഭാവത്തിൽ ചെയ്യുന്ന താളീമുണ്ടല്ലോ, ആ താളീം ചെയ്യുന്നത് സുന്നികൾ പെടൂല. അമ്പിയാക്കൾ ഔലിയാക്കളെയും സുന്നികൾ ഈ നിലക്കുള്ള താളീം ചെയ്യുന്നും ഇല്ല. അതുകൊണ്ട് അവരതിൽ പെടൂല. അങ്ങനെ പറഞ്ഞത്. ഈ നിലക്ക് എന്ന് പറയുമ്പോൾ ആ താളീം ചെയ്യുന്നവരുടെ അഖീദ എന്താണെന്ന് അടുത്ത വരിയിൽ പറയുന്നുണ്ട്. അതെ, നിങ്ങൾ അടുത്ത വരി കേട്ടല്ലോ. ആ അടുത്ത വരിയിൽ എന്തെല്ലാം ഒറ്റ കാര്യം. ആ വരിയിലുള്ളത് എന്താണ്? അവരിൽ നിന്ന് ശഫാഅത്ത് തേടിയിരുന്നു, ആഗ്രഹിച്ചിരുന്നു എന്നല്ലേ എന്റെ ചോദ്യം. അവിടെ തിരിച്ച് അങ്ങനെ അവരിൽ നിന്ന് മഹാത്മാക്കളിൽ നിന്ന്, നിങ്ങളുടെ ഭാഷയിൽ മഹാത്മാക്കളിൽ നിന്ന് ശഫാഅത്ത് തേടുന്നത് ശിർക്കാണ് എന്നാണല്ലോ ഇപ്പൊ നിങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ ഇമാമുകളൊക്കെ ആരംഭ റസൂലിന്റെ അരികിൽ പോയി ശഫാഅത്ത് തേടണം എന്ന് പറഞ്ഞ ഇമാമുകളൊക്കെ ശിർക്ക് ചെയ്തവരാണോ? ഇതെന്തൊക്കെ തിരിയാത്തത്? അന്ന് കുറെ നേരം മൂത്ത് നോക്കാൻ നോക്കി. എന്താ മനസ്സിലായിട്ട് ഞങ്ങൾക്ക്? ഞാനത് പറയും. ഞാൻ പറഞ്ഞത് കേൾക്കും. നിങ്ങൾ എന്താ ഈ പറഞ്ഞത്? എന്താണ് ഈ പറയുന്നത്? നിങ്ങൾ ശ്രദ്ധിക്കണം. ഇങ്ങനെ ശിർക്കാണെങ്കിൽ ഇബ്നു ഹജറിന്റെ ഒരു കവിത നിങ്ങൾ പാടി. ആ ഇബ്നു ഹജറിന്റെ ഫത്ഹുൽ ബാരി എന്നാണ് ഞാൻ ആദ്യം തെളിയിച്ചത്. നിങ്ങൾ പറയുന്ന മാത്രം ശരിയാണ്. ഇബ്നു ഹജർ പറയാണ് അഊദു ബി കലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി ഇമാം ഇബ്നു ഹജർ പറഞ്ഞ ഞാൻ പറയട്ടെ. അതാണ് നിങ്ങളും ഞാനും തമ്മിലുള്ള വ്യത്യാസം. അതാണ് എന്ത് നമ്മൾ ഒന്നങ്ങനെ തീരുമാനാക്കിയാൽ റാസിയുടെ ഇബാറത്തൊന്ന് തീരുമാനാക്കുക. റാസിയുടെ ഇബാറത്ത് തീരുമാനാക്കിയിട്ട് ഇബ്നു ഹജറിലേക്ക് ചാടാം. അല്ലെങ്കിൽ ആൾക്കാർ കൺഫ്യൂഷൻ ആവും. ഒന്നിപ്പോൾ തീരുമാനാക്കുക. റാസിന്റെ ഇബാറത്താണ് ഇപ്പൊ നമ്മളെ ചർച്ച. അതിപ്പോ ഇങ്ങനെ പറഞ്ഞ് ഏറെക്കുറെ റെഡിയായി. അപ്പൊ പിന്നെ അവസാനങ്ങൾക്കുള്ള ഒരു കൺഫ്യൂഷൻ ഇപ്പൊ എന്താണ്? അല്ല, ഇതിൽ നിങ്ങൾ അങ്ങനെ പറയില്ല. ഇവരുടെ അഖീദത്തിന്റെ അവസാനം പറയുന്നുണ്ട്. എന്താ ഈ പറയുന്നത്? അവരിൽ ഈ നിങ്ങളുടെ ഭാഷയിൽ മഹാത്മാക്കളിൽ നിന്ന് ശഫാഅത്ത് തേടുന്നു അവർ. ഇതാണ് ഇവരുടെ വിശ്വാസം. അതുകൊണ്ടാണ് അത് ശിർക്കാകുന്നത് എന്നപ്പോ നിങ്ങൾ പറയുന്നത് വലിയ കാര്യമായിട്ട്. അതാണ് അതിനെ ഞാൻ ഗണ്ണിക്കുന്നത്. അതിനെ ഞാൻ ഗണ്ണിക്കുകയാണ്. എങ്ങനെ? അല്ല, റസൂലുള്ളാഹി തങ്ങളുടെ നിന്ന് ശഫാഅത്ത് തേടൽ ശിർക്കാണോ? അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ ഇമാമുകൾ 100 ഇമാമുകൾ പറഞ്ഞിട്ടുണ്ട്.
റസൂലുള്ളാഹിന്റെ അടുത്ത് പോയി ശഫാഅത്ത് തേടണം, അത് പുണ്യകർമ്മമാണ്, അവിടെ ശഫാഅത്ത് തേടണം, തവസ്സുൽ ചെയ്യണം എന്ന്. അപ്പൊ അവരൊക്കെ ശിർക്കാവോ, അവരൊക്കെ മുശ്രിക്കാവോ എന്ന് ചോദിച്ചത് നിങ്ങൾ. അപ്പൊ പിന്നെ ഇബ്നു ഹജർ മറ്റേ കിതാബ് അതടക്കട്ടെ, നമുക്ക് രണ്ടാമത് പറയാം. അല്ല, അത് നമുക്ക് രണ്ടാമത് പറയാം. ഈ പറഞ്ഞ ഇബാറത്ത് അനുസരിച്ച് ഞാൻ പറയുന്നു, നിങ്ങളെ വാദം അനുസരിച്ച് ഈ ഇമാമുകളൊക്കെ മുശ്രിക്കാണ്, കാഫിറാന്ന് പറയേണ്ടി വരൂലേ? അതിനെപ്പറ്റി നിങ്ങളൊന്ന് പറയും. അതിന് മാത്രം മറുപടി. രണ്ടാമത്തെ വിഭാഗത്തെ നമുക്ക് രണ്ടാമത് ചർച്ച ചെയ്യട്ടോ. ഇതിന് പറയും. നിങ്ങൾ 5 മിനിറ്റ് ഒന്ന് ഞാൻ പറയുന്നത് കേട്ടോ. 5 മിനിറ്റ് ഒക്കെ പാടെ സഹിക്കണ്ടേ? ഒരു ചോദ്യം ചോദിക്കാൻ 5 മിനിറ്റ് വേണോ? ഞാനിപ്പോ പറഞ്ഞത് ഒരൊറ്റ മിനിറ്റ് പോലും ഒന്ന് പൂർത്തിയാക്കാൻ, ഒരു ചോദ്യം പോലും പൂർത്തിയാക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ തന്നിക്കണം. എല്ലോ ആദ്യം ഒക്കെ പൂർത്തിയാക്കണ്ട. 10 ഇബാറത്ത് വായിച്ചു ഞങ്ങൾ പറഞ്ഞത്. അത്രയും ഞാൻ സഹിച്ചിരുന്നിക്കണ്. നിങ്ങൾ വെറുതെ എന്തെങ്കിലും പറയുന്നത്. 10 ഇബാറത്തുകൾ ഒന്നിച്ച് വായിച്ചപ്പോൾ സഹിച്ച് ക്ഷണിച്ച് എന്റെ ക്ഷമയുടെ നെല്ലിപ്പടി കഴിഞ്ഞ് ഞാൻ ചോദിച്ച ചോദ്യം ഈ പറഞ്ഞിരിക്കുന്ന ഇമാമിങ്ങളൊക്കെ മുശ്രിക്കുകളാണോ എന്നല്ലേ? അതാണ്. അപ്പൊ ഈ ഇമാമിങ്ങളുടെ ഒരാളാണ് ഞാൻ എടുത്തത്. ആരാ? ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി. ആ ഇബ്നു ഹജർ പറയുകയാണ്, റസൂലുള്ളാഹിയുടെ ഒരു പ്രാർത്ഥന ഉണ്ട്, അഊദു ബി കലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ്, അള്ളാഹുവിന്റെ പൂർണ്ണമായ വചനങ്ങൾ കൊണ്ട് ഞാൻ ശരണം തേടുന്നു എന്ന വാചകം മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ കാലഘട്ടത്തിൽ ഒരു തർക്കമുണ്ടായി. വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ കലിമാത്തുകൾ അള്ളാഹിന്റെ മഖ്ലൂഖാണോ എന്ന തർക്കമുണ്ടായപ്പോ ഈ ഹദീസ് വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, റസൂലുള്ള അള്ളാഹിന്റെ കലിമാത്തുകൾ കൊണ്ട് ഇസ്തിആദത്ത് തേടിയിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിന്റെ കലാമ് മഖ്ലൂഖ് ആയിരുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ റസൂല അത് വെച്ചുകൊണ്ട് ഇസ്തിആദത്ത് തേടില്ല. കാരണം ലം യസ്തഈദു ബി മഖ്ലൂഖിൻ, അള്ളാഹിന്റെ റസൂൽ ഒരു സൃഷ്ടിയെ കൊണ്ടും ഇസ്തിആദത്ത് നടത്തില്ല എന്ന് ഇബ്നു ഹജർ പറഞ്ഞിട്ടുണ്ട്. അത് ഇബ്നു ഹജർ മാത്രമല്ല, ഇമാം ബുഖാരി ഖൽഖ് അഫ്ആലിൽ ഇബാദ എന്ന ഗ്രന്ഥത്തിലും മഹാനായ അഹ്മദ് ബിൻ ഹംബൽ അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അവര് മുശ്രിക്കാണെന്ന് ചോദിക്കുന്നതിൽ അർത്ഥമുണ്ട്. കാരണം ഇപ്പാ പറഞ്ഞ ഇബാറത്തിലൊന്നും എന്ത് പറഞ്ഞിട്ടില്ല. നമ്മളെ വിഷയം അത് ഇപ്പോഴും നിങ്ങൾ മടക്കലമ ചവിട്ടിയ മാതിരിയുള്ളത്. നിങ്ങൾ ശ്രദ്ധിക്കണം, ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കും. എന്നിട്ട് ഞാൻ പറയുന്നത് ഉണ്ടോ ഇല്ലേ എന്ന് കേൾക്കി. നമ്മളിപ്പോ എന്തിനപ്പം നിങ്ങളാ ഇബാറത്ത് വായിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളെ സംസാരം കഴിഞ്ഞിട്ട് ഞാൻ സംസാരിക്കണോ? കഴിഞ്ഞോ? നമ്മളിപ്പോ എന്തിനാ നിങ്ങളാ ഇബാറത്ത് വായിച്ചതെന്നറിയോ? എന്താണ്? നല്ല ശ്രദ്ധിക്കണം. മക്കയിലെ റാസിയിലെ വായിച്ചിട്ട് എന്താ? മക്കയിലെ മുശ്രിക്കുകളുടെ വിശ്വാസമുണ്ട്, ഓർക്കൊരു എഴുത്തിക്കാതുണ്ട്. എന്താണ് ആ എഴുത്തിക്കാത്? അള്ളാഹു അല്ലാത്ത മഹാത്മാക്കളിൽ നിന്ന് ശഫാഅത്ത് തേടിയാൽ അത് ശിർക്കാകുന്നു എന്നൊരു വിശ്വാസമുണ്ട്. അതാണ് റാസിയിൽ പറയുന്നത് ഞങ്ങൾ പറയുന്നത്. അപ്പോഴാണ് എന്റെ ചോദ്യം, അങ്ങനെയാണെങ്കിൽ ഈ കണ്ട ഇമാമുകളൊക്കെ പറയുന്നത് റസൂലുള്ളാഹിന്റെ അടുത്ത് എന്ന് ശഫാഅത്ത് തേടണം എന്നാണല്ലോ. അപ്പോ ശഫാഅത്ത് തേടൽ ശിർക്കാകുമെങ്കിൽ, ഇങ്ങോട്ട് ശ്രദ്ധിക്കുകയെ, ശഫാഅത്ത് തേടൽ ശിർക്കാകുമെങ്കിൽ ഈ ഇമാമുകളൊക്കെ മുശ്രിക്കാകുമോ എന്നാ ഞാൻ എന്റെ ചോദിച്ചത്. അപ്പൊ അത് നിങ്ങൾ എതിരായിട്ട് ഗണ്ണിക്കാൻ വേണ്ടി ഉദ്ധരിച്ചൊരു ഉദ്ധരണിയാണ് എന്ത്? ഹാഫിള് ഇബ്നു ഹജർ അസ്ഖലാനിന്റെ ഫത്ഹുൽ ബാരിയിലെ ഉദ്ധരണി, ഇമാം ബുഖാരിയുടെ ഖൽഖ് അഫ്ആലുൽ ഇബാദ്, അതുപോലെ തന്നെ ഖത്താബി ഇമാമിന്റെ പല കിതാബിലുണ്ടത്. അതിലൊക്കെ ഒരു ഉദ്ധരണിയുണ്ട്. ആ ഉദ്ധരണിയിൽ ഇപ്പൊ പറഞ്ഞത് എന്താ? ഞാൻ പറയാം. ആ ഉദ്ധരണിയിൽ പറഞ്ഞത് മഹാത്മാക്കളിൽ നിന്ന് ശഫാഅത്ത് തേടൽ ശിർക്കാകുന്നു. ഇതിന് ഗണ്ണിക്കാനാണ് ഇപ്പൊ പറഞ്ഞത്. മഹാത്മാക്കളിൽ നിന്ന് നമ്മളെ വിഷയം അതാണ്. ഇത് നിങ്ങൾ പോകരുത്. നമ്മളെ വിഷയം അതാണ്, റാസിയുടെ ഇബാറത്താണ്. റാസിയുടെ ഇബാറത്തിൽ മക്ക മുശ്രിക്കുകളുടെ വിശ്വാസം എന്താ? മഹാത്മാക്കളിൽ നിന്ന് ശഫാഅത്ത് തേടൽ ശിർക്കാകുന്നു എന്നാണ് റാസി പറയുന്നത് ഞങ്ങൾ പറഞ്ഞു. അപ്പോഴാണ് എന്റെ ചോദ്യം, അല്ല ഈ ഇമാമുകളൊക്കെ മുശ്രിക്കാവൂലേ? അപ്പൊ നിങ്ങൾ അതിന് മറുപടി പറഞ്ഞതാണ്, അല്ല ഇവരൊക്കെ ഇമാമുകളും പറഞ്ഞിട്ടുണ്ട്. ഏതാ? ഒരു ഇമാമ് ഹാഫിള് ഇബ്നു ഹജർ അസ്ഖലാനി പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? ഈ പറഞ്ഞ ഉദ്ധരണി വായിച്ചു. ആ ഉദ്ധരണിയിൽ പറഞ്ഞ എന്താ? മഹാത്മാക്കളിൽ നിന്ന് ശഫാഅത്ത് തേടൽ ശിർക്കാണെന്ന എന്തെങ്കിലും ഈ കഥയില്ലാതെ വർത്താനം പറഞ്ഞത്. അവിടെ പറയുന്ന ചർച്ച വേറല്ലേ? നമ്മളെ വിഷയം എന്താ? റാസിയുടെ ഇബാറത്തിൽ പറഞ്ഞ മഹാത്മാക്കളുടെ ഖബറുകളിൽ ചെന്ന് ആദരിക്കുകയും മഹാത്മാക്കളുടെ ഖബറുകളിൽ ചെന്ന് ആദരിക്കുകയും അവിടെ ശഫാഅത്ത് തേടുകയും ചെയ്യുന്നത് ശിർക്കാകുന്നു എന്നാണ് ഇപ്പൊ നിങ്ങൾ പറയുന്നത്. അത് സ്ഥാപിക്കാനാണ് റാസി നിങ്ങൾ വായിക്കുന്നത്. എന്നിട്ട് അപ്പോ എന്റെ ചോദ്യം, അങ്ങനെയാണെങ്കിൽ ആ മക്ബറയിൽ ചെന്ന് ശഫാഅത്ത് ചോദിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ ഇമാമുകളൊക്കെ മുശ്രിക്കാണോ കാഫിറാണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പറയാണ്, അല്ല ഇമാമുകളും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഏതാ ഇമാമ്? അതിന് വായിച്ചത് അപ്പൊ ഹാഫിള് ഇബ്നു ഹജർ അസ്ഖലാനി. ഹാഫിള് ഇബ്നു ഹജർ അസ്ഖലാനി ഇതേ ഇബാറത്തായി നിങ്ങൾ വായിച്ച ആ ഉദ്ധരണിയിൽ മഹാത്മാക്കളോട് ശഫാഅത്ത് തേടൽ ശിർക്കാകുന്നു എന്ന് പറഞ്ഞ വരി ഒന്നും വായിച്ചാൽ എനിക്കൊന്ന് കേൾക്കാണ്ട്. നല്ല വിഷയം, അപ്പോഴല്ലേ വിഷയത്തോട് മുട്ടുള്ളൂ. എന്തെങ്കിലും വായിച്ചിട്ട് കാര്യമുണ്ടോ? അതൊന്നും വായിച്ചാൽ. മഹാരഥന്മാർ മഖ്ലൂക്കിൽ പെടുമോ അതോ ഖാലിക്കിലാണോ പെടാ? അത് ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ മറുപടി അത് എന്നോട് ഇനി ചോദിക്കണം. ഞാൻ നേരത്തെ മറുപടി പറഞ്ഞു. അതൊക്കെ ഒരു കഥല്ലാത്ത ചോദ്യമാണ്. കഥല്ലാത്ത ചോദ്യം. ഞങ്ങൾക്ക് ആർക്കെങ്കിലും വിചാരമുണ്ടോ?
ഞങ്ങൾക്ക് ആർക്കെങ്കിലും ബാധുണ്ടോ റസൂലോ അമ്പിയാക്കളോ ഒക്കെ ഖാലിക്കാണെന്ന് വെറുതെ ഈ ആവശ്യമില്ലാത്ത ചോദ്യം ചോദിക്കല്ലേ നിങ്ങൾ? അതുകൊണ്ട് തന്നെ അക്കാബിറുകളും അതുപോലെ തന്നെ മഹാരഥന്മാരെല്ലാവരും ഈ മഖ്ലൂക്കിൽ പെടും. ആ മഖ്ലൂക്കുകളെ കൊണ്ട് റസൂലുള്ള തേടിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. ലം യസ്തഈദു ബി മഖ്ലൂക്കിൻ. അല്ല, അതൊന്നും എന്റെ വിഷയമല്ല. റസൂല് തേടിയോ തേടിയോ എന്നല്ല ഇപ്പൊ ഞാൻ പറഞ്ഞത്. അല്ല വിഷയം തന്നെയാണ്. നമ്മളെ വിഷയം അതല്ല. എനിക്കറിയാം, നമ്മളെ വിഷയം അതല്ല. റസൂല് തേടിയോ തേടിയില്ല, അതൊക്കെ നമുക്ക് രണ്ടാമത് പറയാം. ഇപ്പൊ എന്റെ വിഷയം അതല്ല. മഹാത്മാക്കളിൽ നിന്ന് ശഫാഅത്ത് തേടൽ ശിർക്കാകുന്നു എന്നാ നമ്മളെ ചർച്ച. നിങ്ങളെ ഞാനത് വിഷയം അല്ലാക്കി തന്നെ വിടുള്ളൂ. നമ്മളെ വിഷയം എന്താ? ശഫാഅത്ത് തേടൽ ശിർക്കാണോ അല്ലേ? ആണ് എന്ന് സ്ഥാപിക്കാനാണ് നിങ്ങൾ ഇബ്നു ഹജറിന്റെ ഉദ്ധരണി വായിച്ചത്. ഇപ്പൊ അതിന് പറഞ്ഞത് എന്താ? റസൂൽ ഇസ്തിഹാദ് ചെയ്തില്ല. ആരെ പോയി ചോദിച്ചത്? റസൂല് ചെയ്യട്ടെ ചെയ്യാതിരിക്കട്ടെ, ഇവിടെ ചർച്ചയല്ല. അത് നിങ്ങൾ രണ്ടാമത് ചോദിക്കുക. അപ്പൊ ഞാൻ അങ്ങനെ മണിയായിട്ട് മറുപടി പറയും. ഇപ്പൊ വിഷയം അതല്ല. ഇപ്പൊ നമ്മളെ ചർച്ച മഹാത്മാക്കളിൽ നിന്ന് ശഫാഅത്ത് തേടൽ ശിർക്കാകുന്നു എന്ന് നിങ്ങൾ പറയുന്നു. അതിന് ഉദ്ധരണി എവിടെ? അതിനാ നിങ്ങൾ ഫത്തുൽ ബാരി വായിച്ചത്. ഫത്തുൽ ബാരിയിൽ എവിടെ മഹാത്മാക്കളോട് തേടൽ ശിർക്കാകുന്നു എന്ന് പറഞ്ഞ ആ വരി എവിടെ? അപ്പൊ പറയാം അതല്ല, റസൂല് തേടിയിട്ടില്ല. റസൂല് തേടിയോ തേടിയിരുന്ന് ആരെ പറഞ്ഞത്? നമ്മളെ വിഷയമല്ലേ? അത് വിഷയമേ അല്ല. റസൂല് തേടിയോ തേടിയിട്ടില്ലേ എന്ന് നമ്മളെ ചർച്ചയല്ല. അതിപ്പോ അവിടെ ചോദിച്ചിട്ടേ ഇല്ല. അത് നിങ്ങൾ വേറെ ചോദിച്ചോളി. അപ്പൊ ഞാൻ അതിന് മറുപടി വേറെ പറയും. ഇപ്പൊ നമ്മളെ ചർച്ച അതല്ല. ഇപ്പൊ ചർച്ച എന്താണ്? മഹാത്മാക്കളിൽ നിന്ന് ശഫാഅത്ത് തേടൽ ശിർക്കാണ് എന്ന് അപ്പൊ നിങ്ങൾ റാസിയുടെ ഇബാറത്ത് വായിച്ച് പറയുന്നത്. അതിന് തെളിവ് എവിടെയെന്ന് ചോദിക്കുമ്പോ പറയാ ഇബ്നു ഹജർ പറഞ്ഞിട്ടുണ്ട്, ബുഖാരി പറഞ്ഞിട്ടുണ്ട്. ശരി, എന്നാ പിന്നെ അതൊന്ന് കിട്ടിയാൽ ഞമ്മക്കോ ഇതിലാണ് കൂടി കൊടുക്കാലോ. അപ്പൊ ഇബാറത്ത് വായിച്ചു നോക്കുമ്പോ അതിലെന്താ ഉള്ളത്? റസൂല് തേടിയിട്ടില്ല. റസൂല് തേടിയോ ഇല്ല എന്നുള്ളത് വേറെ കാര്യം. ആ പറഞ്ഞ ഇബാറത്തിന്റെ അർത്ഥം എന്താ? അത് വേറെ കാര്യം. അതൊന്നും ഞാൻ ഇവിടെ ചർച്ചയ്ക്ക് വെക്കുന്നില്ല. ഓല് പറഞ്ഞതനുസരിച്ച് ഞാൻ വാദിക്കുകയാണ്. അതിനപ്പുറം ഞാൻ അതിന്റെ യഥാർത്ഥം ഞാൻ പറയുന്നില്ല. ഇവര് ചോദ്യകർത്താക്കൾ ആവശ്യപ്പെട്ട ഇബാറത്ത് അനുസരിച്ച് തന്നെ ഞാൻ പറയുന്നു. റസൂല് തേടിയിട്ടില്ല എന്നപ്പോ നിങ്ങൾ പറയുന്നത്. അങ്ങനെ വാദത്തിന് വേണ്ടി ഞാൻ സമ്മതിക്കുന്നു. റസൂല് തേടിയിട്ടില്ലെങ്കിൽ തേടണ്ട, ആയിക്കോട്ടെ. പക്ഷെ അതുകൊണ്ട് മഹാത്മാക്കളിൽ നിന്ന് ശഫാഅത്ത് തേടൽ ശിർക്കാണ് എന്നെവിടെ പറഞ്ഞത്? അതൊന്നും പറയട്ടെ, അതല്ലേ നമുക്കറിയേണ്ടത്. മഹാത്മാക്കളിൽ നിന്ന് ശഫാഅത്ത് തേടൽ ശിർക്കാണ് എന്ന് പറഞ്ഞ വരി എവിടെ? കൊടുക്ക മൈക്ക പറയട്ടെ. എന്തെങ്കിലും പറയരുത്. ഈ ചോദ്യത്തിന് മറുപടി വേണം. അപ്പോഴേ വിഷയമല്ലാവുള്ളൂ. ഹലോ, റസൂല് തേടിയോ തേടിയെന്നില്ല ഉള്ളതല്ല. മഹാത്മാക്കളിൽ നിന്ന് ശഫാഅത്ത് തേടൽ ശിർക്കാണെന്ന് ഈ വരിയിൽ എവിടെ? അതിന് പറയും. മൈക്ക് കൊടുക്കെ. അല്ല, നമ്മളെ വിഷയം അതാണ്. ആൾക്കാർക്കും തിരിഞ്ഞു വരുന്നുണ്ട്. അതുകൊണ്ടാണ് ആൾക്കാരെ കുറ്റപ്പെടുത്തുന്നില്ല. ആൾക്കാർ ഒക്കെ മാറിക്കും. അതൊന്നും മാറിക്കും. ഒന്നും കാട്ടൂല. നിങ്ങൾ ധൈര്യമായിട്ട് ചോദിച്ചോളൂ. ഒന്നും പറ്റൂല. അതൊക്കെ നമുക്ക് സാധാരണ ഉണ്ടാകുന്നത്. നിങ്ങൾ പറഞ്ഞു. ഇപ്പൊ എന്നോട് ഒരാൾ ചോദിക്കണേ, അല്ല, അത് തിരിഞ്ഞ അത് നിങ്ങളെ കിർക്കളകിരില്ല. ആൾക്കാർക്കൊക്കെ കിർക്കളകിരുണ്ട്. പക്ഷെ ആൾക്കാർക്ക് തിരിഞ്ഞുണ്ട് വിഷയങ്ങൾ. അതല്ലേ രസം. അതൊക്കെ അങ്ങനെ തന്നെയാണ്. അതൊക്കെ നമുക്ക് കുറച്ച് സഹിക്കേണ്ടി വരും. നീ ഇപ്പോഴും നിന്റെ ഉമ്മയെ തല്ലാറുണ്ടോ എന്ന് വെച്ചാൽ എനിക്ക് യെസ് ഓർ നോ ആൻസർ പറയാൻ പറ്റുമോ? നീ ഇപ്പോഴും നിന്റെ ഉമ്മയെ തല്ലാറുണ്ടോ എന്ന് വെച്ചാൽ അതിനെ കുറച്ച് വിശദീകരിക്കണം. ആ വിശദീകരിക്കാനുള്ള സമയമാണ് ഞാൻ ചോദിച്ചത്. അത് വിശദീകരിക്കാനുള്ള സമയം ഇവിടെ കിട്ടുന്നില്ല. ഞാൻ പറഞ്ഞത് മഖ്ലൂക്ക് എന്ന് പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തിആദത്ത് നടത്തിയിട്ടില്ല എന്ന് അംഗീകരിച്ചോ? ഇല്ല, അംഗീകരിച്ചിട്ടില്ല. അതെ, അതാണ് ഞാൻ പറഞ്ഞത്. അതല്ല നമ്മളെ വിഷയം അതല്ലല്ലോ. അത് ഞാനിപ്പോ നിങ്ങൾക്ക് അംഗീകരിച്ചിട്ടില്ല, വാദത്തിന് വേണ്ടി പറഞ്ഞതാണ്. നിങ്ങൾ നേരത്തെ പറഞ്ഞു, ഈ സഹോദരനോട് പറഞ്ഞു, നിങ്ങളെ എന്തെങ്കിലും നമ്മളെ വിഷയം നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞു. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ പഠിച്ച കുറെ സംഗതി നിങ്ങൾ വിഷയമായിട്ട് മുട്ടുമ്പോഴാണ്. നിങ്ങൾ വിവരങ്ങളെ കണ്ടിട്ടില്ല. നിങ്ങൾ ഈ മുഖാമുഖത്തിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതെന്താന്ന് വെച്ചാല് നിങ്ങൾ വിഷയം എന്താന്ന് വെച്ചാല് നമ്മളെ പറഞ്ഞ കാര്യം എന്താ നിങ്ങൾ ഓർക്കണം. എന്താണത്? ശഫാഅത്ത് തേടൽ മഹാത്മാക്കളിൽ ശിർക്കാണ്. അതിന് ഇബാറത്തുണ്ട് എന്നാ പറഞ്ഞത്. റസൂൽ ചെയ്തോ ചെയ്തില്ലേ അത് നിങ്ങൾ വേറെ ചോദിച്ചോളി. ഞാൻ മറുപടി പറയുന്നേ. എന്താ നിങ്ങൾ പേടി? നമ്മളെ വിഷയം അതല്ല വിഷയം അതല്ല. റാസിയുടെ ഇബാറത്തിലുള്ളത് മഹാത്മാക്കളോട് ശഫാഅത്ത് തേടൽ ശിർക്കാണ് എന്നുണ്ട് നിങ്ങൾ പറഞ്ഞത്. ആ ഉണ്ട് എന്ന് പറഞ്ഞത് നിങ്ങൾ ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനിന്റെ ഫത്ഹുൽ ബാരി എന്ന് വായിക്കാണ്. ആ വായിച്ച ഇബാറത്തിൽ എവിടെ അത് എന്നാ ചോദ്യം. അപ്പൊ നിങ്ങള് റസൂൽ ഇസ്തിആദത്ത് ചെയ്തില്ല മടക്കണമെന്ന് ചാടിനോ വേറെ ഭാഗത്ത് ഞാൻ ചോദിച്ചില്ല. നിങ്ങൾ രണ്ടാമത് തവണ ചോദിച്ചോളൂ. അത് ഞാൻ മറുപടി പറയും. ഇപ്പൊ വേണ്ടത് ശഫാഅത്ത് തേടൽ അത് ശിർക്കാകുന്നു എന്ന് പറഞ്ഞ വരി ഏതാണ്? അത് പറയും. അതാണ് ഞാൻ പറയുന്നത്. എ പി അബ്ദുൽ ഖാദർ മൗലയുടെ ഒരു CD ഇവിടെ ഇട്ട്, ഒരു ക്ലിപ്പ് ഇട്ട്,
അതിൽ നിന്ന് അവിടെ എവിടെയാണ് സലഫുകളെ തള്ളിയത് എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ പറഞ്ഞു നിങ്ങൾക്കെന്ത് മഫ്ഹൂമ്, അതിൽ നിന്ന് മഫ്ഹൂം എന്താ, സലഫുകളെ തള്ളാമെന്നാണ്. ആ മഫ്ഹൂം ഇവിടെ പ്രയോഗിക്ക്, മഫ്ഹൂം ഇവിടെ പ്രയോഗിക്ക്. എന്താ മഫ്ഹൂം പ്രയോഗിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മഖ്ലൂക്കിനോടും ഇസ്തിആദത്ത് നടത്തിയിട്ടില്ല എന്ന് തെളിഞ്ഞാൽ റസൂലുള്ളയെ ഇത്തിബാ ചെയ്യുന്ന, അള്ളാഹുവിന്റെ റസൂലിനെ ഇത്തിബാ ചെയ്യുന്ന റസൂലിന്റെ അനുയായികളായ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത്, എന്താണ് സുന്നത്ത്? അസ്സുന്നത്തു സുന്നത്തു റസൂലുള്ളാഹ് എന്ന് മുഹയ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി നിങ്ങൾ ഉദ്ധരിച്ച അൽ ഗുനിയയിൽ പറയുന്നുണ്ട്. ആ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിനെ പിൻപറ്റുന്ന ഞങ്ങൾ റസൂലുള്ള ഇസ്തിആദത്ത് നടത്തിയിട്ടില്ലെങ്കിൽ റസൂലുള്ളയുടെ ഇത്തിബാ ചെയ്തുകൊണ്ട് ഒരു മഖ്ലൂക്കിനോട് ഞങ്ങൾ ഇസ്തിആദത്ത് നടത്തൂല. അതാണ് അതിലെ മഫ്ഹൂമ്, അതാണ് അതിലെ മഫ്ഹൂമ്. നിങ്ങൾ മഫ്ഹൂമ് എപിക്ക് മാത്രമല്ല ബാധകം, ഇർഷാദിന് മാത്രമല്ല ബാധകം, ഇവിടെയും ആ മഫ്ഹൂമ് കൊണ്ടുവരണം. എന്തേ ആ സമയത്തും മഫ്ഹൂമ് പറക്കണേ? അതിന് മഫ്ഹൂമ് ഇല്ല കുട്ടിയെ. മഫ്ഹൂമ് ഉണ്ടാകൽ എപ്പോഴാണ് തിരിയണം. മഫ്ഹൂമ് ജമ്മുൽ ജവാമി ഓതി അങ്ങ എന്ത് കഥല്ലാത്ത മഫ്ഹൂമ് വേറെ, എല്ലായിടത്തും മഫ്ഹൂമ് ഉണ്ടാവില്ല. മന്ദൂക്ക് വേറെ, മഫ്ഹൂമ് വേറെ. സാധുവോ മഫ്ഹൂമും മന്ദൂക്ക് ഒന്ന് പഠിച്ചു വന്നോ. സിഫത്ത് വേണം മഫ്ഹൂമ് ഉണ്ടാണെങ്കിൽ പല നിബന്ധനകളോട് ജമ്മുൽ ജവാം. എന്ത് മഫ്ഹൂമ് ഇരിക്കട്ടെ, നമ്മളെ വിഷയം അതല്ല. വിഷയം എന്താ? റസൂലുള്ളാഹി തങ്ങൾ ഇസ്തിആദത്ത് ചെയ്തിട്ടില്ല എന്നാ അപ്പൊ നിങ്ങൾ പറയണത്. ഇസ്തിആദത്ത് ചെയ്തിട്ടില്ല നിങ്ങൾ വാദത്തിന് വേണ്ടി സമ്മതിച്ചാൽ തന്നെ മഹാത്മാക്കളോട് ശഫാഅത്ത് ചെയ്യാൻ പറ്റൂല എന്ന് പൈൻ്റെ ഏതിന്റെ അർത്ഥം? അതിങ്ങോട്ട് വരട്ടെ. നിങ്ങൾ തൊള്ളട്ടതോട് സംഗതി ശരിയാവില്ലല്ലോ. നമ്മളെ വിഷയം അതാണ്. റാസിയിലെ ഇബാറത്തിൽ മഹാത്മാക്കളോട് ശഫാഅത്ത് തേടൽ ശിർക്കാകുന്നു. അതിന് നിങ്ങൾ പറയുന്ന ഉപോത്ബലകമായി പറയുന്ന ഇബാറത്താണ് ഫത്ഹുൽ ബാരിയിലെ ഇബാറത്ത്. ഫത്ഹുൽ ബാരിയിലെ ഇബാറത്തിൽ വായിച്ചു നോക്കുമ്പോൾ റസൂൽ ഇസ്തിആദത്ത് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ശഫാഅത്ത് ചെയ്യാൻ പറ്റൂലാന്നോ? നല്ല മഫ്ഹൂമാണ്. അത് വല്ലാത്ത മഫ്ഹൂമാ. ഇത് മുജാഹിദ് ആഫീസിലെ മഫ്ഹൂമാണ്, ഇത് കിതാബിലുള്ള മഫ്ഹൂമല്ല. സഹോദര, നിങ്ങൾ അബദ്ധത്തിന്റെ പടുകുഴിയിലാണ് പെട്ടിട്ടുള്ളത്. നിങ്ങൾ ഇതൊക്കെ ഹല്ല് ചെയ്യൽ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇപ്പൊ നിങ്ങൾ കുടുങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഫോൺ ചെയ്യാനും വയ്യാത്ത കോലത്തിനപ്പുള്ളത് നമുക്കറിയത്. സംഗതി കുടുങ്ങിയിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, റസൂലുള്ള ഇസ്തിആദത്ത് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? സഹോദര, നിങ്ങൾ വെറുതെ വിഡിത്താ പറഞ്ഞത്. റസൂലുള്ള ഇസ്തിആദത്ത് ചെയ്യലില്ല എന്നല്ല അതിന്റെ അർത്ഥം, ചെയ്തിട്ടില്ല എന്നുമല്ല. പിന്നെ എന്താണ്? ഇമാം റാസി തന്റെ തഫ്സീറുൽ കബീറിൽ 1-ാമത്തെ വാല്യത്തിൽ വിശദീകരിച്ചു. അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അല്ലാഹുവിന്റെ റസൂൽ പരിശുദ്ധാത്മാക്കളോട് കാവൽ ചോദിക്കുന്നു. കലിമാത്തുല്ലാഹി താമ്മാത്ത് എന്ന് പറഞ്ഞ ആരാ? അൽ അർവാഹുൽ ആലിയത്തു ത്വാഹിറത്തുൽ മുഖദ്ദസത്തു ത്വാഹിറത്തു ത്വയ്യിബ. പരിശുദ്ധാത്മാക്കളാണ്. പരിശുദ്ധാത്മാക്കളോട് റസൂലുള്ള കാവൽ തേടുന്നു. സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസ് ഇമാം റാസി വിശദീകരിക്കുന്നു. അതൊക്കെ അവിടെ നിൽക്കട്ടെ. റസൂലുള്ള തേടിയിട്ടുണ്ട്. റസൂലുള്ള തേടി നമുക്ക് തേടാൻ, പക്ഷെ റസൂലുള്ളാഹ്ക്ക് തേടേണ്ട ആവശ്യമില്ല, അത് വേറെ കാര്യം. പക്ഷെ നമുക്ക് മാതൃകയാക്കാൻ വേണ്ടി റസൂൽ തേടി കാണിച്ചു തന്നിട്ടുണ്ട്. അതൊക്കെ മറ്റൊരു ചർച്ചയാണ്. റസൂലുള്ള തേടാൻ വേണ്ടി ഉപദേശിച്ചിട്ടുണ്ട്, അത് മറ്റൊരു ചർച്ചയാണ്. ഞാൻ അപ്പൊ അതിലേക്കൊന്നും കടക്കുന്നില്ല. നമ്മളെ വിഷയം എന്താ? ഖുർആൻ മഖ്ലൂഖാണോ മഖ്ലൂഖല്ലേ എന്നൊരു ചർച്ചയുണ്ട്. എവിടെ? ഫത്ഹുൽ ബാരിയിൽ ഖൽഖു അഫ്ആലുൽ ഇബാദ്. അത് ഈ സാധുക്കൾക്ക് തിരിച്ചിട്ടില്ല. അതാ വയഹ്തജ്ജു ബിഅന്ന കലാമല്ലാഹ് ബിഅന്നൽ ഖുർആന കലാമുല്ലാഹി ബിഅന്ന കലാമല്ലാഹി ഗൈറു മഖ്ലൂഖ്. ഖുർആൻ എന്ന് പറയുന്നത് ഗൈറു മഖ്ലൂഖാണ്, ഗൈറു മഖ്ലൂഖാണ്. അപ്പൊ ചർച്ച അതാണ്. അതല്ലാതെ എന്തല്ല, റസൂലുള്ള ഇസ്തിആദത്ത് ചെയ്തോ ചെയ്തില്ലേ എന്നുള്ളതല്ലേ അല്ല. അത് സാധുക്കൾ മഹാബദ്ധത്തിലാ പെട്ടുപോയിട്ടുള്ളത്. ലായസ്തഴീന്ന് കണ്ടപ്പോ ഇങ്ങോട്ട് ചാടിയതാണ്. അതിന്റെ അപ്പുറം എന്താ ഇപ്പുറം എന്താ അറിയില്ല. നിങ്ങൾക്ക് അവിടെയും അബദ്ധം പറ്റി. ഇരിക്കട്ടെ, അതിപ്പോ ഞാൻ വിശദീകരിക്കുന്ന സന്ദർഭമല്ലല്ലോ. നമ്മളെ വിഷയം എന്താ? ആ ഇബാറത്ത് വായിച്ചുകൊണ്ട് മഹാത്മാക്കളോട് ശഫാഅത്ത് തേടാൻ പറ്റൂല എന്ന് പറയാനും ദുർവ്യാഖ്യാനിക്കാനുമുള്ള നിങ്ങളുടെ ശ്രമത്തെയാണ് ഞാൻ ഈ കയ്യോടെ പിടികൂടിയിട്ടുള്ളത്. അപ്പൊ ആ ഇബാറത്തിൽ അങ്ങനെ ഇല്ലേ ഇല്ല. ശഫാഅത്ത് തേടിയാൽ ശിർക്കാണ് എന്ന വാദം പഠിപ്പിച്ചിട്ടേ ഇല്ല, ഒരൊറ്റ ഇമാമും പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇമാം നവവി മുശ്രിക്കാണെന്ന് പറയേണ്ടി വരും. ബഹുമാനപ്പെട്ട ഹാഫിള് ഇബ്നു ഹജർ അൽ അസ്ഖലാനി മുശ്രിക്കാണെന്ന് പറയേണ്ടി വരും. ബഹുമാനപ്പെട്ട ഇമാം ഫാക്കിഹാനി മുശ്രിക്കാണെന്ന് പറയേണ്ടി വരും. ബഹുമാനപ്പെട്ട ഇമാം മാവർദി മുശ്രിക്കാണെന്ന് പറയേണ്ടി വരും. ഗൗസുൽ ആലം ഷെയ്ഖ് ജീലാനി മുശ്രിക്കാണെന്ന് പറയേണ്ടി വരും. എല്ലാമാ ഇമാം അബ്ദുല്ലാഹ് ബഹാഉദ്ദീൻ അൽ മഖ്ദസി മുശ്രിക്കാണെന്ന് പറയേണ്ടി വരും. ഇമാം ഗസ്സാലി ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസ്സാലി ഹിജ്റ 505 വഫാത്തായ പണ്ഡിതൻ തന്റെ ഇഹ്യാ ഉലൂമുദ്ദീൻ പറയുന്നു, അവർ മുശ്രിക്. ലോകത്ത് കണ്ട ഇമാമുകളൊക്കെ മുശ്രിക്കാണെന്ന് പറയേണ്ടി വരും. മുജാഹിദുകൾ മാത്രമേ സ്വർഗ്ഗത്ത് പോവുള്ളൂ. അതുകൊണ്ട് ഈ വാദം അത് നിരർത്ഥകമായ വാദമാണ്, ലോകം അംഗീകരിക്കാത്ത വാദമാണ്. സഹോദരന്മാരെ, ലോകത്താരും പറയാത്ത വാദമാണ്. ഒരൊറ്റ ഇമാമും പറഞ്ഞിട്ടില്ല. പിന്നെ വായിച്ചൊരു ഇബാറത്ത് കൂടിയുണ്ട്, അതുകൂടി പറയണമല്ലോ. എന്താ?
ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅക്കും. മഹാബദ്ധത്തിന്റെ പടുകുഴിയിലാണ് പെട്ടത്. സൂറത്തുൽ ഫാത്തിറിലെ 14ാമത്തെ വാക്യം അതിലെന്താ പറയുന്നത്? ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅക്കും. നിങ്ങൾ അവരെ വിളിച്ചാൽ അവർ കേൾക്കൂല. ആരാണീ നിങ്ങൾ? ആരാണീ അവർ? അത് മുഫസ്സിറുകൾ പറഞ്ഞു. ഇൻ തദ്ഉഹും, നിങ്ങൾ എന്ന് പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമത്തു തൗഹീദിൽ വിശ്വസിക്കാത്ത ആളുകൾ, ഇൻ തദ്ഉഹും, അവരെ വിളിച്ചാൽ, ഹാഫിദ് ഇബ്നു കസീർ പറഞ്ഞു, അയൽ ആലിഹത്തല്ലത്തി തഅബുദൂനഹാ മിൻ ദൂനില്ലാഹ് തദ്ഉനഹാ മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിനെയും വിട്ട് നിങ്ങൾ ആരാധിക്കുന്ന ദൈവങ്ങളെ വിളിച്ചാൽ ആ ദൈവങ്ങൾക്ക് ഉത്തരം ചെയ്യാൻ കഴിയില്ല. ജീവിച്ചിരിക്കുന്ന ദൈവങ്ങളാണെങ്കിലും ശരി, മരണപ്പെട്ടു പോയ ദൈവങ്ങളാണെങ്കിലും ശരി, ഏത് ദൈവമാണെങ്കിലും അവരെ നിങ്ങൾക്ക് വിളി കേൾക്കാൻ കഴിയില്ല. ഇതാണ് അതിന്റെ അർത്ഥം. ഇതിലൊന്നും ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചാൽ ശിർക്കാണെന്ന് ഇതിന്റെ തഫ്സീറിൽ ഒരൊറ്റ മുഫസ്സിറും പറഞ്ഞിട്ടില്ല, ഖുർത്തുബിയും പറഞ്ഞിട്ടില്ല. അതല്ലേ, ഖുർത്തുബിയും പറഞ്ഞിട്ടില്ല, മുഫസ്സിറുകൾ ആരും പറഞ്ഞിട്ടില്ല. നേരത്തെ നിങ്ങൾ ഖുർത്തുബിയിലുണ്ടെന്നാ, ഖുർത്തുബിയിലുള്ളത് ഓരോന്ന് കാണിക്കാൻ കഴിയുമോ നിങ്ങൾക്ക്? മഹാത്മാക്കളായ ആളുകളെ വേണ്ട, ആരംഭ റസൂലുള്ളാഹി തങ്ങൾ റസൂലാണ്, നബിയാണെന്ന് വിശ്വസിച്ചുകൊണ്ട്, മുശ്രിക്കുകളും കാഫിറുകളും വിശ്വസിക്കുന്നത് പോലെയല്ല, ദൈവമാണെന്നോ ദൈവപുത്രനാണെന്നോ ദൈവാവതാരമാണെന്നോ വിശ്വസിച്ചുകൊണ്ടല്ല, ദൈവപുത്രനാണെന്ന് വിശ്വാസമില്ലാതെ ദിവ്യത്വം ചാർത്താതെ അടിമയാണ്, റസൂലാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് വിളിക്കുകയാണെങ്കിൽ അത് ശിർക്കാണെന്ന് ഖുർത്തുബിയിലും പറഞ്ഞിട്ടില്ല, ഒരു തഫ്സീറിലും പറഞ്ഞിട്ടില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്, ഖുർത്തുബി നിങ്ങൾക്ക് പറയാവുന്നതാണ്. ജനങ്ങൾക്ക് തിരിയുന്ന ചോദ്യങ്ങൾ ചോദിച്ച് ഈ സദസ്സ് സംരംഭമാക്കണമെന്ന് അറിയിക്കുന്നു. കുറെ പ്രസക്തമായ ചോദ്യങ്ങൾ മാത്രം 12 മണി കഴിഞ്ഞിട്ടുണ്ട് എന്ന് സംഘാടകർ അറിയിക്കുന്നു. ഞങ്ങൾക്ക് സംശയമുള്ളതാണ് ഞങ്ങൾ ചോദിക്കുക, ജനങ്ങൾക്ക് തിരിയുന്നുണ്ടോ എന്നുള്ളതല്ല ഞങ്ങൾ നോക്കാം. പിന്നെ എല്ലാ സ്ഥലത്തും പറയുന്ന ഒരു വാദം, ഞങ്ങൾ ജമ്മുൽ ജവാമി വായിച്ചിട്ടുള്ളൂ, ഞങ്ങൾ ഓതിയിട്ടുള്ള കിതാബ് ഓതിയിട്ടില്ല, കണ്ടിട്ടുള്ളേ. അതല്ല രസം. മൗലവി പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ അറിയോ? അദ്ദേഹത്തിന്റെ കൂടെ പഠിച്ച ഹംസബാക്കവിന് ഞങ്ങൾക്ക് ഓതി തന്നത്. അതുകൊണ്ട് ഞങ്ങളൊക്കെ അത് കണ്ടിട്ട് തന്നെ വരുന്നത്. പിന്നെ മഫ്ഹൂമിന്റെ കാര്യം പറഞ്ഞു നിങ്ങൾ, എന്താ ഇതിൽ മഫ്ഹൂം വരാത്തത്? എന്തിനാണ് എന്താ ഈ ഭാരത്തിൽ മഫ്ഹൂം വിഡിത്തം പറയില്ലേ? നിങ്ങൾ ജമ്മുൽ ജവാമി കണ്ടിട്ടില്ല, വിഡിത്തം പറയില്ല. കാരണം കുട്ടിയെ എല്ലാ കലാമിനും മഫ്ഹൂം ഉണ്ടാവില്ല. ഇയാൾ പൊട്ടത്തരാണല്ലോ പറഞ്ഞത്. റബ്ബേ, എല്ലാ അറബി കലാമിനും മഫ്ഹൂം ഉണ്ടാവോ? മഫ്ഹൂം ഉണ്ടാണെങ്കിൽ ചില പ്രത്യേക നിബന്ധന ജമ്മുൽ ജവാമി കൊണ്ടുവരാം, ഞാൻ തീർച്ചയായിട്ടും തരാം. എവിടുന്ന ജമ്മുൽ ജവാമി സമയപ്പെടും ഒക്കെ പറഞ്ഞു. അതിലെ നിങ്ങൾക്ക് മഫ്ഹൂമ് തിരിയണമെങ്കിൽ നമ്മൾ മൈക്ക് വെച്ച് ഈ ആൾക്കാരെ പിടിക്കണ്ട. അത് ജമ്മു ജവാമി പള്ളിയിലുണ്ട്, നിങ്ങൾ എന്റെ മുന്നിൽ അച്ചടക്കത്തിൽ ഇരുന്നാ ഞങ്ങൾക്ക് പഠിപ്പിച്ചാൽ തരാം. അതിന് ഈ ആൾക്കാരെ വട്ടം കിടക്കേണ്ട ആവശ്യമുണ്ടോ? മഫ്ഹൂമിന് ചങ്ങാതി ഒരുപാട് നിബന്ധന ഉണ്ട്. ജമ്മുൽ ജവാമി ഒന്ന് നോക്കണ്ടേ? ഈ കലാമിന്, കലാമായ കലാമിനൊക്കെ മഫ്ഹൂം. ഈ സാധു മഹാസാധു വെറുതെ അല്ല അംസോലിയ ദിവസം നിങ്ങൾ പോകുന്നത്, ഈ ജാതി കഥ ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ്. എന്ത് വിഡിത്തം! അറബി കലാമിനൊക്കെ മഫ്ഹൂം ഉണ്ടാവില്ല. ചങ്ങായി, അറബി കലാമിന് മഫ്ഹൂം ഉണ്ടാണ്, എത്ര നിബന്ധന വേണം? ഈ ജാതി വിഡിത്തരല്ല ഇയാൾ പറഞ്ഞത്. മഫ്ഹൂമിന് നിങ്ങളെ വെറുതെ ആവശ്യമില്ല ചോദിക്കല്, നമ്മൾ ആളുകൾ കേൾക്കുന്നുണ്ട്, ഈ പൊട്ടത്തരം ചോദിക്കല്, കാര്യങ്ങൾ പറയും വെറുതെ. എല്ലാ അറബി കലാമിനും മഫ്ഹൂം ഉണ്ടാവും. ആരേത് പഠിപ്പിച്ചത് നിങ്ങൾ? പടച്ചോ, നിങ്ങൾക്ക് മുജാഹിദിന്റെ ഒരു അവസരം. നിങ്ങൾ ഈ കാസറ്റ് കേൾക്കണം കേട്ടോ, ഈ സീഡ് നിങ്ങൾ കേൾക്കണം, നല്ലോണം കേൾക്കണം. നിങ്ങളെ നേതാക്കൾക്ക് കേൾപ്പിച്ചും വേണത്. എല്ലാ അറബി കലാമിനും മഫ്ഹൂം ഉണ്ടാവും എന്ന് പറഞ്ഞ ഈ വിഡിത്തൈ നിങ്ങളൊന്ന് കേൾപ്പിക്കണം. എല്ലാ നേതാക്കൾക്കും, മുജാഹിദ് നേതാക്കൾക്കും നിങ്ങൾ കേൾപ്പിക്കണം എന്ന് മാത്രമേ എനിക്ക് അതേക്കുറിച്ച് പറയാനുള്ളൂ. എന്നിട്ട് നിങ്ങൾ ജമ്മുൽ ജവാബി കാണി. അയ്യയ്യയ്യേ, വിഡിത്തം പറയും. ചോദ്യങ്ങളൊന്നും ഇല്ലെങ്കിൽ, ചോദ്യം തീർന്നെങ്കിൽ നമുക്ക് ഇത് പറയാൻ മൈക്ക് ഓഫാക്കിയിട്ട് സഭ പിരിച്ചു വിട്ടിട്ട് നമുക്ക് ഉണ്ടാക്കും അങ്ങോട്ടും അങ്ങനെ പറയാം. ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് പറയാം. ലോകത്തുള്ള ഇമാമികളും പൂർവികരും ഒക്കെ ചെയ്ത ഇസ്തിഗാസ ശിർക്കാണെന്നും കുഫ്റാണെന്നും പറഞ്ഞ ഒരു ഇമാമിനെ പറയാൻ കഴിഞ്ഞിട്ടില്ല. ഒന്ന് റാസി പറഞ്ഞു, അത് നമ്മളെ ഹല്ല് ചെയ്ത് നോക്കുമ്പോ അത് ആകെ വെള്ളത്തിൽ വെച്ച് ഉന്നു മുറിഞ്ഞ മാതിരി അപ്പൊ ഇതിന്റെ കഥ ഉണ്ടായത്. അപ്പൊ അതിലില്ല. പിന്നെ ഫത്തുൽ ബാരി നോക്കി, ഫത്തുൽ ബാരിയിലും അതും പുറത്തില്ല. ഖുർത്തുബി പറഞ്ഞു നോക്കി, ഖുർത്തുബിയിലും പുറത്തില്ല. ഖുർത്തുബിയിൽ റസൂലുള്ളാഹിനെ വിളിച്ച് സഹായം ചോദിക്കൽ ശിർക്കാണെന്ന് ഖുർത്തുബിയിലും ഇല്ല, ഒരൊറ്റ കിതാബിലും ഇല്ല. വെറുതെ ഇമാമികളെ മേൽ കളവ് പറയുകയാണ്. അവർ പറഞ്ഞ ഇബാറത്ത് സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുക്കൊണ്ട്
സഹോദരന്മാരെ, അവരുടെ ഉദ്ദേശത്തിന് വിരുദ്ധമായിട്ടുള്ള പ്രചാരണമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മളാരും ഇതിൽ വഞ്ചിതരാകരുത് എന്നാണ് സാന്ദർഭികമായി എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. ഇനി ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. എപ്പോഴാ മഫ്ഹൂം ഉണ്ടാകുക, എപ്പോഴാ ഉദൂവിന്റെ ഷർത്ത് എത്രയാണ്, മറ്റേതിന് കളിയ മുഹമ്മലാണെങ്കിൽ എപ്പോഴാണ്, കളിയ മുറക്കവ, അതൊന്നും ഇവിടെ ചോദിക്കണം. അത് നമുക്ക് വേണമെങ്കിൽ ഞാൻ റിസൾട്ട് തരാം, എനിക്ക് നല്ലോണം കഴിയും. ഇതിനൊക്കെ ഒക്കെ പഠിച്ചിട്ടല്ലേ ഞാൻ അങ്ങനെ നടക്കണേ. അത് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് സഭ പിരിച്ചുവിട്ട് ആൾക്കാരെ വിട്ടിട്ട് നമുക്ക് അങ്ങനെ നിർച്ചർത്താം. പ്രശ്നങ്ങൾ നമ്മളെ വിഷയത്തിൽ തർക്ക വിഷയങ്ങൾ, ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്നത് തർക്ക വിഷയങ്ങളാണ് ഇതിൽ കടന്നു വരേണ്ടത്. എന്തെങ്കിലും ചോദിക്കരുത്. അതിങ്ങനെ ചോദ്യം മുട്ടിയെങ്കിൽ, പലയിടത്തും അങ്ങനെയാണ്, ചോദ്യം മുട്ടിയാണ് ഇപ്പൊ മുജാഹിദുകൾക്ക്. ചോദ്യം മുട്ടിയെങ്കിൽ നമുക്ക് നല്ല നിലക്ക് പിരിയാം, അല്ല ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. അതാണ് നമുക്ക് പറയാനുള്ളത്. ആ ലേറ്റ് ശ്രദ്ധിക്കാം. ഈ പറഞ്ഞ മറുപടി തന്നെ ക്ലിയർ ആയിട്ടില്ല, അതുകൊണ്ടാണ് ആ ചോദിക്കുന്നത്. നിങ്ങൾ പറഞ്ഞത് ഞാൻ പറഞ്ഞിട്ടില്ല എല്ലാ കലാമിനും മഫ്ഹൂം ഉണ്ടാവുന്നു. ഉണ്ടാവില്ലേ മഫ്ഹൂമ? ഈ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് തന്നെ അസ്സുന്നത്തു സുന്നത്തു റസൂലില്ല വൽ ജമാഅത്ത് മുത്തഫഖ അലൈഹിൽ അസ്ഹാബ്. ആ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അനുയായികളാണ് നിങ്ങളെന്നും ഞങ്ങളൊക്കെ അതിൽ നിന്ന് പുറത്താണെന്ന് പറഞ്ഞു. റസൂലുള്ളാഹിയുടെ സുന്നത്താണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ സുന്നത്ത്. ആ റസൂലുള്ളാഹിയുടെ സുന്നത്താണ് ലം യസ്തഈദു ബി മഖ്ലൂഖിൻ. അള്ളാന്റെ റസൂല് ജീവിതത്തിൽ ഒരിക്കലും ഇസ്തിആദത്ത് നടത്തിയിട്ടില്ല മഖ്ലൂഖിനെ കൊണ്ട്. ഇതിൽ നിന്ന് വ്യക്തമായി മനസ്സിലായില്ലേ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വീക്ഷണം അതാണെന്ന് കൃത്യമായി പണ്ഡിതന്മാർ പറഞ്ഞു. അല്ല കുട്ടിയെ, എനിക്ക് അറിയാത്തതുകൊണ്ടാ മനെ, അതിന്റെ അർത്ഥം അങ്ങനല്ല. അതായത് മഖ്ലൂഖ് എന്ന് പറഞ്ഞാൽ റസൂൽ ഒരു സൃഷ്ടിയോടും ഒരു സഹായം ചോദിച്ചിട്ടില്ല. എന്താ ഇയാൾ ഈ പറയുന്നത്? ഞങ്ങൾ അർത്ഥം വെക്കി, നമുക്കൊന്ന് അർത്ഥം വെക്കാം. ലം യസ്തഈദ് അതിൽ സൂറത്തിന്റെ വിശ്വാസമാണ്. റസൂൽ സഹായം കാവൽ തേടിയിട്ടില്ല. അതിന്റെ അർത്ഥം നോക്കിങ്ങൾ, അള്ളാഹുവിന്റെ റസൂൽ സൃഷ്ടികളെ കൊണ്ട് സഹായം തേടിയിട്ടില്ല. ലം യസ്തഈദ് ലമ്മാണ്, നെഫിയാണ്. നെഫിന്റെ ശേഷമല്ല നെക്കിറ വന്ന ഉമൂമിനെ കുറിക്കുന്നതാണ് നിയമം. കിതാബ് ഓതിയതാണോ? അപ്പൊ അർത്ഥം എന്താ വെക്കുക? ലം യസ്തഈദ് റസൂൽ സഹായം തേടിയിട്ടില്ല. ഞങ്ങളുടെ ഭാഷയിൽ ബി മഖ്ലൂഖിൻ ഒരൊറ്റ സൃഷ്ടിയോടും തേടിയിട്ടില്ല. അപ്പൊ റസൂൽ ഒരു സൃഷ്ടിയോട് ഒന്നും തേടിയിട്ടില്ല. ഞാൻ പറയാം, തേടിയിക്കണ് റസൂലുള്ളാഹി തങ്ങൾ ഒരു സൃഷ്ടിയോട് ഒന്നും തേടിയിട്ടില്ല. ആ വെള്ളം എടുത്ത റബീഅത്ത് റളിയല്ലാഹു അൻഹുവിനെ റസൂൽ വെള്ളം എടുത്തുകൊടുത്തിരുന്നത് അതൊരു സഹായ തേട്ടല്ലേ? ഇയാള് പറഞ്ഞു ഒരു സൃഷ്ടിയോട് ഒന്നും തേടിയിട്ടില്ല. എന്ത് പൊട്ടത്തരങ്ങൾ ഈ പറയുന്നത്? ഒരു കഥ ഞങ്ങൾ മുജാഹിദ് ശരിക്ക് പെടുത്തിയിക്കണ്. സഹോദര, ലം യസ്തഈദ് റസൂൽ നിങ്ങൾ പറഞ്ഞ അർത്ഥം അനുസരിച്ച് ഞാൻ പറയുന്നു. റസൂല് സഹായം തേടിയിട്ടില്ല ബി മഖ്ലൂഖിൻ, ഒരു സൃഷ്ടിയോടും ഒരു സഹായം തേടിയിട്ടില്ല എന്നാ അർത്ഥം വരിക. പടച്ചോനെ, റസൂൽ എത്ര സഹായം തേടിയിരുന്നു. റസൂലുള്ളാഹി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വിളിച്ച റസൂൽ പറഞ്ഞു, ലൈതലി റജുലൻ യഹ്റുസുനി, എനിക്ക് ഇന്ന് കാക്കാൻ, എന്റെ വീടൊന്നും കാക്കാൻ പറ്റിയ ഒരാളുണ്ടെങ്കിൽ നന്നായിരുന്നേനെ എന്ന് പറഞ്ഞ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് പറഞ്ഞു. റസൂൽ കാവൽ തേടി. റബീഅത്ത് റളിയല്ലാഹു അൻഹു വെള്ളം കിട്ടാൻ വേണ്ടി റസൂൽ തേടി. എത്ര 100 റസൂലുള്ള വഫാത്താകുമ്പോ റസൂലുള്ളാന്റെ അങ്കി ജൂതന്റെ പണയത്തിനല്ലേ? ജൂതനിൽ നിന്ന് വരെ റസൂലുള്ള അങ്കി പണയം പറ്റിയിട്ടല്ലേ പൈസ മേടിച്ചത്? അതൊക്കെ സഹായം തേടലല്ലേ? ഇയാൾ പറഞ്ഞനുസരിച്ച് മുണ്ടാൻ പാടില്ല, ഒരു സഹായവും തേടിയിട്ടില്ല. അത് ശരിയല്ല കുട്ടിയെ, നിങ്ങൾക്ക് അറിവില്ല. നിങ്ങളെ പെടുത്തിയതാ. നിങ്ങളെ സക്കരിയ സലാഹി ഞാൻ അവിടെ ബട്ടം കിറക്കിയതാ ചാരിയത്ത് വെച്ച്. ഈ അർത്ഥപ്രകാരം ഇങ്ങനല്ലേ വരിക? പിന്നെ മൂപ്പരാവയ്ക്ക് വന്നിട്ടില്ല. മൂപ്പർ 4 വട്ടം വന്നു, ഞാൻ 5 വട്ടം പോയി. പിന്നെ അതോടുകൂടി സമാപിച്ചത് അവിടെ. ഈ വിഡ്ഢിത്തരാ പറഞ്ഞത്. അപ്പൊ മൂപ്പരൊരു മരിച്ച മഹാത്മാക്കളെന്ന് ഏതിന്റെ അർത്ഥമായി മരിച്ചത് ചോദിച്ചു. ഒരു ഉത്തരവും കിട്ടിയിട്ടില്ല. നിങ്ങൾ ഈ പോക്കറ്റിൽ നിന്ന് ഇങ്ങനെ എടുക്കുക, അത് അവിടെ തന്നെ ബിസ്മിൻ ചൊല്ലി വെക്കുക. അതാ ഞങ്ങൾക്ക് പറയാം. നിങ്ങൾ പറഞ്ഞതനുസരിച്ച് നേരെ അർത്ഥം വെച്ച എന്താ? ലം യസ്തഈദ് ബി മഖ്ലൂഖിൻ, ഒരു സൃഷ്ടിയോട് ഒന്നും തേടിയിട്ടില്ല എന്നാ വരിക. ഇത് റസൂലിനെ പറ്റി പറയാൻ പറ്റുമോ? റസൂൽ എത്ര സൃഷ്ടികളോട് എന്തെല്ലാം സഹായങ്ങൾ തേടി? മനുഷ്യരല്ലേ തേടേണ്ടി വരും. നിങ്ങൾ പറഞ്ഞതനുസരിച്ച് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം എങ്ങനെയാണ്? ആരോടും ഒന്നും തേടാൻ പാടില്ല. പിന്നെ റസൂൽ എങ്ങനെ മുണ്ടാതെ, ആരോടും മുണ്ടാതെ, ഒന്നും തേടാതെ? വിഡ്ഢിത്തമേ, നിന്റെ പേരോ വഹാബിസം എന്ന് ചോദിക്കാൻ തോന്നുകയാണ്. പക്ഷെ നിങ്ങൾ മുന്നിൽ ഉണ്ടായതുകൊണ്ട് ഞാൻ ചോദിക്കുന്നില്ല, അത്രയേ പറയാം. അപ്പൊ അത് ശരിയല്ല. അതിന്റെ അർത്ഥം അതൊന്നുമല്ല സുഹൃത്തെ. അതാ ഞാൻ പറഞ്ഞത്, ഖുർആൻ മഖ്ലൂഖാണോ അല്ലേ എന്ന ഒരു ചർച്ച അവിടെ വേറെ നടക്കുന്നുണ്ട്. അതെല്ലാം കൂടി വിശദീകരിക്കുന്ന സമയം കളയണ്ടാച്ചിട്ടാണ്. അതുകൊണ്ട് ആ പറഞ്ഞ ഇമാമുകളെന്നെ ആരംഭ റസൂലുള്ളാഹിനെ വിളിച്ച് തേടിയത് എത്രയാണ് നമ്മൾ കണ്ടത്. അവർക്കൊക്കെ ഇത് തിരിഞ്ഞില്ലേ? ഒക്കെ തിരിഞ്ഞിക്കണ്. അവർക്കൊക്കെ അറിയാം ആ പറഞ്ഞതിന്റെ അർത്ഥം അതല്ല. അതുകൊണ്ടാണ് അത് പറഞ്ഞ, അത് ഉദ്ധരിച്ച ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് ആരംഭ റസൂലിനെ വിളിച്ചുകൊണ്ട് തേടുന്നു. അത് മാത്രല്ല, എത്രയാണ് മഹാൻ പറയുന്നത് നോക്ക് നിങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചുകൊണ്ട് ഇമാം, അതേ നിങ്ങൾ പറഞ്ഞ അതേ ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി പറയുന്നത് എന്താണ്? നബിയല്ലാഹി യാ ഖൈറൽ ബറായാ
ബിജാഹിക അത്തഖി ഫസ്ലൽ ഖദാഇ. അല്ലാഹുവിന്റെ പ്രവാചകരെ, സൃഷ്ടികളിൽ അത്യുത്തമരായ നബിയേ, ബിജാഹിക അങ്ങയുടെ ജാഹ് കൊണ്ട്, ഹക്ക് ജാഹ് എന്ന് പറയുന്ന ആ ജാഹ് കൊണ്ട്, അത്തഖി ഫസ്ലൽ ഖദാഇ എന്റെ കാര്യങ്ങൾ തീരുമാനമാകലിന്, അല്ലെങ്കിൽ ഖിയാമത്ത് നാളിലുള്ള വിഷമസന്ധിയെ ഞാൻ കാക്കുന്നു നബിയേ. എന്നിട്ട് റസൂലുള്ളാഹിനെ വിളിച്ചു പറയാ, വഅർജൂ യാ കരീമുൽ അഫ്വ മിമ്മാ ജനതുഹു യദായ യാ റബ്ബൽ ഹിബായി. നബിയേ, കരീമായിട്ടുള്ളവരെ, ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട് നബിയേ, നിങ്ങളിൽ നിന്ന് അഫ്വിനെ പ്രതീക്ഷിക്കുന്നു നബിയേ. റസൂലുള്ളാഹിനെ വിളിച്ച് പറയാണിത്. ഈ ഹാഫിദ് ബിൻ അസ്ഖലാനി പറഞ്ഞതിന്റെ അർത്ഥം അതാണെന്ന് പറഞ്ഞാല് ഭക്ഷണം കഴിക്കുന്നവർ പറയാൻ പറ്റുമോ? അപ്പൊ ആ പറഞ്ഞ അർത്ഥം അതല്ല, നിങ്ങൾ ദുർവ്യാഖ്യാനിക്കാണ്. എന്നിട്ട് കഴിഞ്ഞിട്ടില്ല. ഹാഫിദ് ബിൻ അസ്ഖലാനി റസൂലുള്ളാഹിനെ വിളിച്ചു തേടുന്നു, നബിയേ, ഞാൻ നാളെ ആഖിറത്തിലെത്തുന്ന സന്ദർഭത്തിൽ, എല്ലാവരും വിഷമിക്കുന്ന സന്ദർഭത്തിൽ തങ്ങളെ ഞാൻ കാണുമ്പോ തങ്ങൾ എന്നോട് തിരിഞ്ഞു കളയരുത് നബിയേ. ഫഖുൽ യാ അഹ്മദ് ഇബ്നു അലി ഇദ്ഹബ് ഇലാ ദാരിൻ നഈമി ബിലാ ശഖാഇ. നബിയേ, തങ്ങൾ എന്നെ ആഖിറത്തിൽ വെച്ച് കാണുമ്പോ ആ തങ്ങൾ എന്നോട് പറയണം. എന്ത് പറയണം? ഇമാം ഹാഫിദ് നിങ്ങൾ പറഞ്ഞ അതേ ഇബ്നു ഹജർ അൽ അസ്ഖലാനി പറയാ, തങ്ങൾ എന്നോട് പറയണത് എന്താ? യാ അലി, ഓ ഇബ്നു ഹജർ അൽ അസ്ഖലാനി, ഇബ്നു ഹജറെ, ഇദ്ഹബ് നീ പോയിക്കോ, ഇലാ ദാരിൻ നഈമി ബിലാ ശഖാഇ, സ്വർഗത്തിലേക്ക് പോയിക്കോ അഹമ്മദേ എന്ന് നബിയെ തങ്ങൾ എന്നോട് പറയണം നബിയേ. എന്താ ഇതൊക്കെ വരി? ഇത് പറഞ്ഞ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റസൂലുള്ളാഹിനെ വിളിക്കൽ ശിർക്കാണെന്ന് പറയുന്നു. ഭക്ഷണം കഴിക്കുന്ന ആർക്കെങ്കിലും ചിന്തിക്കാൻ കഴിയും? എന്ത് വിഡിത്ത ഈ പറയുന്നത് സഹോദരന്മാരെ? അപ്പൊ ഞാൻ പറയുന്നത് വിവരമില്ലാത്തത് കൊണ്ടാണ്. ഞാൻ ഇവരെ കുറ്റപ്പെടുത്തല്ലോ. അവര് മുജാഹിദ് മൗലവിമാര് പറ്റിച്ചതാ. ഒരു ആയത്ത് ഓതിയിട്ട് ഇടയ്ക്ക് താടിമീൻ തടവിയപ്പോ തന്നെ സത്യം സാധുക്കൾ പെട്ടുപോയതാണ്. അവർക്ക് അള്ളാഹു ഹിദായത്ത് അവർക്കും നൽകട്ടെ. നമ്മളെല്ലാവരും ഹിദായത്തിന് വേണ്ടി പ്രവർത്തിക്കണം. ഇത്രയും സമയം നമ്മൾ ഇവിടെ ചെലവഴിച്ചത് ഇത് പറയാനാണ്. ഈ പറഞ്ഞ ഇമാമുകൾ, ഞാൻ പറഞ്ഞല്ലോ, ഈ കണ്ട ഇമാമുകളായ ഇമാമുകളൊക്കെ ആരംഭ റസൂലിനെ വിളിച്ച് തേടുമ്പോ അത് ശിർക്കാണ്, അത് കുഫറാണ് എന്ന് പറയുന്ന വാദം തെളിയിക്കാൻ ഒരൊറ്റ ഇമാമിന്റെ ഉദ്ധരണി ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അത് ഇവർക്ക് മാത്രമല്ല, ഒരാൾക്കും കഴിയില്ല. ലോകത്തുള്ള ഒരൊറ്റ മൗലവിക്കും കഴിയില്ല. എനിക്ക് ധൈര്യത്തിൽ പറയാൻ കഴിയും. പ്രാമാണിക ഈ ഗ്രന്ഥങ്ങളിൽ നിന്ന് ഉദ്ധരിക്കാൻ കഴിയില്ല. ഒരു ഇമാമിനും തെളിയിക്കാൻ കഴിയില്ല. സഹോദരന്മാർ ഇത് മനസ്സിലാക്കണം. അവരാരും ഇത് പറഞ്ഞിട്ടും ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കാര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കണം. ഇത് ശിർക്കല്ല, ഇത് കുഫറല്ല, ഇത് ശിർക്കല്ല. റസൂലുള്ളാഹിനോട് ശഫാഅത്ത് തേടൽ, തവസ്സുൽ ചെയ്യൽ, ഇസ്തിഗാസ ചെയ്യൽ ഒരിക്കലും കുഫറും ശിർക്കും അല്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അത് വെക്കുമ്പോ ആലോചിക്കണമല്ലോ, സംശയം ചോദിക്കും. ഇവിടെ നിങ്ങൾ പറഞ്ഞു 5 തവണ ഞാൻ വന്നു, 4ാമത്തെ തവണ സക്കരിയ സ്വലായി മുങ്ങിപ്പോയി. അതെന്താ ഇവിടെ നിങ്ങൾ അനുവർത്തിക്കാത്ത? വേറെ വല്ല ആൾക്കാരെ ക്ഷമ നമ്മൾ പരിശോധിക്കുക. അല്ല, ആൾക്കാരെ ക്ഷമ നമ്മൾ പരിശോധിക്കും. ഇവിടെ എന്തേ കാണുന്നത്? ഭർത്താന ഇവിടെ എന്തേ? ഞാൻ 5 തവണ വരാൻ, ഞാൻ ഇങ്ങനെ 5 തവണ വരുന്നെ. ഇയാൾ എവിടുന്നാ പോയി വരുന്നത്? നിങ്ങൾ എന്താണ് നിങ്ങൾ അവിടെ പറഞ്ഞ വെറുതെ ആവശ്യമില്ല ചോദിക്കാൻ. ആൾക്കാർക്ക് ഇതൊക്കെ ബുദ്ധിയുള്ള ആൾക്കാരല്ലേ? ഈ കഥ നിങ്ങൾ 5 തവണ വരാൻ, ഞാൻ ഇവിടെ ഇങ്ങനെ 5 തവണ അങ്ങനെ വരുന്നെ, പിന്നെയും വരിക, നാളെയും വരിക, മറ്റന്നാളും വരും, ഇങ്ങനെ വരുന്നെ. ഞാനിവിടെ പറഞ്ഞ ഇബാറത്ത് വളരെ കൃത്യമായി കൊണ്ട് ില്ല എന്ന് വ്യക്തമായി പറയുന്ന ഇബാറത്തിന്. അപ്പൊ നിങ്ങൾ പറഞ്ഞു റസൂലിലെ വെള്ളം ചോദിച്ചിട്ടില്ലേ, മറ്റ് ഭൗതിക കാര്യങ്ങൾ ചോദിച്ചില്ലേ? ഭൗതികമായൊരു തേട്ടത്തെ പറ്റിയല്ല നിങ്ങൾ പറഞ്ഞു. അഭൗതികമായ തേട്ടം നിങ്ങൾ പോക്കറ്റിൽ നിന്ന് എടുത്തതാ. ആ ഇബാറത്തിൽ ഏതിന്റെ അർത്ഥം അഭൗതികം? എവിടുന്ന് വകവെച്ച് കൊടുത്തുള്ള തേട്ടം നിങ്ങളുടെ പോക്കറ്റിൽ? അത് പിന്നെ ചിന്തിക്കാം. നിങ്ങളിപ്പോ വായിച്ച ഇബാറത്തിൽ ഏതിന്റെ അർത്ഥമാണ് അഭൗതികം? വായിച്ച ഇബാറത്ത് ഏതിന്റെ അർത്ഥം അഭൗതികം എന്ന് പറയുന്നത്? നിങ്ങൾ പറഞ്ഞു ഇബാദത്ത് വകവെച്ച് ഇലാഹി ഉലൂഹിയത്ത് വകവെച്ച് കൊടുത്തുകൊണ്ടുള്ള തേട്ടം നിങ്ങൾ പറഞ്ഞു. എവിടുന്ന് കിട്ടി? അതവിടെ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ടോ? ആ ഇബാറത്തിൽ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. നിങ്ങൾ ഒരു കഥയില്ലാതെ ഇങ്ങനെ സംസാരിക്കണം. നിങ്ങൾ ആ ഇബാറത്ത് ഹാഫിദ് ഇബ്നു അസ്ഖലാനി പറഞ്ഞ ഇബാറത്തിൽ നിങ്ങൾ ഉലൂഹിയത്തോ ദിവ്യത്തോ ചാർത്തിക്കൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങളിപ്പോ ആകെ അന്തം വിട്ടുകണ്, പുടുത്തം വിട്ടുകണ്. പടച്ചോനെ,
എന്താ നിങ്ങൾ ഈ പറയുന്നത്? ഞാൻ പറയുന്നത് ദിവ്യത്തെ ചാർത്തിക്കൊണ്ട് അതൊരു വരികളെ ഞാൻ അതിനർത്ഥം വെച്ചിട്ടില്ല. ലായസ്തഈദു ബിമഖ്ലൂഖിൻ എന്ന് പറഞ്ഞാൽ അഭൗതികമായ കാര്യങ്ങളിൽ നിന്ന്. ഏതിന്റെ അർത്ഥം അത്? അതൊക്കെ പോക്കറ്റിൽ നിന്ന് എടുത്തതാണേ. ഇതൊക്കെ എനിക്കറിയാം. നിങ്ങൾ ചെന്ന് മുട്ട് അവസാനം എവിടെയാണ്? നിങ്ങളെ വലിയ നേതാവ് പറഞ്ഞതല്ലേ ഞാൻ പറഞ്ഞത്. സക്കറിയ സലാഹി ഇതിനെക്കുറിച്ച് പറഞ്ഞ വിഡ്ഢിത്താണിത്. പോക്കറ്റിൽ നിന്ന് എടുത്ത അഭൗതികമായ കാര്യം. ഞാൻ ചോദിച്ചു ക്ലിപ്പ് വെച്ചുകൊണ്ട്, അല്ല സക്കരിയ ഏതിന്റെ അർത്ഥം ഈ അഭൗതികം പറയാൻ കഴിഞ്ഞിട്ടില്ല. 4 വട്ടം 5-ാം വട്ടം വരാത്ത വെറുതല്ല, കഴിയില്ലേ. അത് പോക്കറ്റിൽ നിന്ന് എടുത്തല്ലേ? അതിൽ ഇബാറത്തിന്റെ അർത്ഥമുണ്ടോ? ലാ യസ്തഈദു ബിമഖ്ലൂഖിൻ എന്ന അർത്ഥം അഭൗതികമാണ്. ഏതിന്റെ അർത്ഥം? വെറുതെ നുണ പറയാ. കിതാബിന്റെ പേരിൽ പച്ച നുണ പറയാ. അത് നിങ്ങൾ സാധാരണ ചെയ്യുന്ന പണിയാണ്. അതുകൊണ്ട് തന്നെ ആ നുണ പറയുന്ന പരിപാടി നമ്മളെ മുമ്പിൽ നേർക്ക് നേരെ ആവുമ്പോൾ നടക്കൂല. നമ്മൾ ഇതൊക്കെ പഠിച്ചിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. അതിന്റെ അർത്ഥം അതൊന്നുമല്ല. അഭൗതികമായ രൂപത്തിൽ സഹായം ചോദിക്കുക നിങ്ങളെ പോക്കറ്റിൽ നിന്ന് എടുത്തതാണ്. അതില്ല. അതിൽ അങ്ങനെ ഒരു അർത്ഥം ഇല്ലേ ഇല്ല. ഇവിടെ നിങ്ങൾ എല്ലാവരും ഒന്ന് മാറിയിക്കണം. ഞങ്ങൾക്ക് ചോദ്യം ചോദിക്കണം. ചോദിക്കുക. നിങ്ങൾ കാര്യമില്ലാത്ത പറയുമ്പോൾ ആൾക്കാർക്ക് ആൾക്കാരെ പണ്ട് കാര്യം ഞങ്ങൾ ആവശ്യമില്ലാത്ത പറയുന്നത്. ചോദ്യം വിഷയം അതാണ് വേണ്ടത്. എന്തെങ്കിലും ഇങ്ങനെ ചോദിച്ചാലുള്ള ബുദ്ധിമുട്ടാണ്. ചോദിക്കും. അല്ല ചോദിക്കട്ടെ. അവര് ചോദിക്കട്ടെ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിക്കണം. എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഇപ്പൊ ഇത്രയും നേരം ചർച്ച, നേരം 12:30 മണിയായി. അധികാരികളുടെ ഔദാര്യം കൊണ്ടാണ് ഈ പരിപാടി. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ നിങ്ങളെല്ലാവരും മനസ്സിലാക്കി. ആരംഭ റസൂലുള്ളാഹിനെ വിളിച്ച് ശഫാഅത്ത് തേടലും ഇസ്തിഗാസ ചെയ്യലും ശിർക്കാണ് എന്നാണ് മുജാഹിദിന്റെ വാദം. അത് സ്ഥാപിക്കാനാണ് മൗലവിമാർ ഇവിടെ വന്ന് കെട്ടും കുരവിട്ട് വരല്. അതിന്റെ നിജസ്ഥിതിയാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. അതിനാണ് ഞാൻ ഇബാറത്തുകളും കിതാബുകളും ഒന്നാകെ ഉദ്ധരിച്ചത്. എല്ലാ ഇമാമുകളായ ഇമാമുകളൊക്കെ തന്നെയും ആരംഭ റസൂലുള്ളാഹിനെ വിളിച്ച് സഹായം തേടിയവരാണ്. ആരംഭ റസൂലിനെ വിളിച്ച് ഇസ്തിഗാസ ചെയ്തവരാണ്. ശഫാഅത്ത് തേടിയവരാണ്. സഹോദരന്മാരെ, തവസ്സുല് ചെയ്തവരാണ്. അത് ശിർക്കാണെന്നോ കുഫറാണെന്നോ ലോകത്ത് ഒരാളും പറഞ്ഞിട്ടില്ല. ഞങ്ങൾക്കത് തെളിയിക്കാൻ കഴിയും. ഞങ്ങളുടെ കയ്യിൽ 10 ഇബാറത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് വലിയ ആവേശത്തിൽ വന്ന ആളുകൾ, നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ, അവരുടെ ഒരൊറ്റ ഇബാറത്തിന്റെ അർത്ഥം തന്നെ നമ്മൾ വെച്ചപ്പോൾ അതിന്റെ കള്ളി പൊളിഞ്ഞിരിക്കുന്നു, അതിന്റെ ഫ്യൂസ് പോയിരിക്കുന്നു. ആ സാധുക്കൾ തെറ്റിദ്ധരിച്ചതാണ്. മുജാഹിദ് വിവരമില്ലാത്ത പടുജാഹിലുകളായ മൗലവിമാർ, നമ്മുടെ നാട്ടിലെ ബാലേട്ടനും രാമേട്ടനുമൊക്കെ മുസ്ലിമാണ് എന്ന് പറയുന്ന വിവരമില്ലാത്ത മൗലവിമാർ, അവരുടെ ദുർവ്യാഖ്യാനമാണ്. അവർക്ക് ഖുർആൻ അറിയില്ല, അവർക്ക് ഹദീസ് അറിയില്ല, പാണ്ഡിത്യമില്ല, അവർക്കൊന്നും അറിയില്ല. അങ്ങനെ ഏതോ മൗലവിമാര് പഠിപ്പിച്ചു കൊടുത്ത ദുർവ്യാഖ്യാനങ്ങൾ, ആ ദുർവ്യാഖ്യാനങ്ങളാണ് സഹോദരന്മാരെ ഈ സാധു ജനങ്ങളെ ഇതിൽ അകപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ പെട്ടുപോയിട്ടുള്ള ഏതെങ്കിലും സാധുക്കളുണ്ടെങ്കിൽ ഞാൻ അവരോട് ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങളാരും ഇതിൽ അകപ്പെടരുത്. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്തിഗാസ ചെയ്തു എന്ന് ഇമാം റാസി തഫ്സീറുൽ കബീറിൽ രേഖപ്പെടുത്തിയതാണ്. അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ് എന്ന് പറയുന്ന ഹദീസ് വ്യാഖ്യാനിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം റാസി പറഞ്ഞു, ഈ കലിമാത്തുല്ലാഹി താമ്മാത്ത് എന്ന് പറഞ്ഞതുകൊണ്ട് വിവക്ഷിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അൽ അർവാഹുൽ ആലിയത്തുൽ മുഖദ്ദസത്തു ത്വാഹിറത്തു ത്വയ്യിബ, മഹാത്മാക്കളാകുന്നു, വിശുദ്ധ ആത്മാക്കളാകുന്നു. അവിടെ എന്താ നിങ്ങള് എന്താണ് ഒന്ന് മാറിക്ക്? ഒന്നും ചെയ്യാ. അവരാള് ഒന്ന് കാണാൻ നോക്കുകയാണ് ആൾക്കാർ. നിങ്ങളിപ്പോ കാണണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. ഇപ്പൊ കാണാൻ നിൽക്കുക. നമ്മൾ ഈ വിഷയം തീർക്കാം. ചോദ്യമില്ലെങ്കിൽ നമ്മൾ പരിപാടി നിർത്തും. സമയം വളരെ മുഖദ്ദസത്തു ത്വാഹിറത്തു ത്വയ്യിബ ഉണ്ട്, തേടിയാൽ ഉത്തരം ചെയ്യുമെന്നും പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ് അൽബാനിയുടെ സിൽസിലത്തുൽ അഹാദീസി അസ്സഹീഹ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ വരെ നമുക്ക് കാണാൻ കഴിയും. എന്താണ്? അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ചാൽ അവസാന നാളിൽ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം വരുന്ന സന്ദർഭത്തിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വിളിച്ചുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, എന്റെ ഖബർ ഷരീഫിന്റെ അരികിൽ വന്നുകൊണ്ട്
എന്നെ വിളിച്ചാൽ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, എന്നെ വിളിച്ചു എന്റെ ഖബറിന്റെ അരികിൽ വന്നുകൊണ്ട് വിളിക്കുന്നു. ആര്? ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വിളിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യുക തന്നെ ചെയ്യും. ആരാ പറയുന്നത്? റസൂലുള്ള പറയുന്നു. കണ്ടോ വിശദമായ ഹദീസ്, വല്ലദീ നഫ്സു ബിൽ ഖാസിബി ബിയദിഹി ലയൻസിലന്ന ഈസ ഇബ്നു മറിയം ഇമാമൻ മുഖ്സതൻ വഅഖമൻ അദിലൻ എന്നൊക്കെ പറഞ്ഞ് വിശദമായ ഹദീസാണ്. അലൈഹിസ്സലാത്തു വസ്സലാം അവസാന നാളിൽ വരുന്നു. അങ്ങനെ കുരിശ് തകർക്കുന്നു, പന്നിയെ കൊല്ലുന്നു, തർക്കങ്ങൾ തീർക്കുന്നു, അങ്ങനെ ആവശ്യമായ ധാർമ്മിക പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നു. റസൂലുള്ള പറയുന്നു, സുമ്മല ഇൻ ഖാമ അലാ ഖബരി, ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്റെ ഖബറിന്റെ അരികിൽ വന്ന് നിന്നുകൊണ്ട് ഫഖാല, എന്നെ വിളിച്ചാൽ, എങ്ങനെ വിളിച്ചാൽ, യാ മുഹമ്മദു, യാ മുഹമ്മദു, ഓ മുഹമ്മദ് നബിയേ എന്ന് എന്റെ ഖബറിന്റെ അരികിൽ വെച്ച് ഈസാ നബി വിളിച്ചാൽ ലഅജബ്തുഹു, മറ്റൊരു റിപ്പോർട്ടിൽ ഉജീബന്നഹു, റസൂലുള്ളാഹി തങ്ങൾ ഈസാ നബി തങ്ങൾക്ക് ഞാൻ ഉത്തരം നൽകുക തന്നെ ചെയ്യും. ഖബറിലുള്ള ഞാൻ പുറത്തുള്ള ഈസാ നബിക്ക് ഉത്തരം ചെയ്യും. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി വഫാത്തായി ഖബറിൽ കിടക്കുന്ന നബി തങ്ങളാണ്. നബി തങ്ങൾക്ക് ഉത്തരം ചെയ്യാൻ കഴിയുമെന്ന് വഫാത്താകുന്നതിന് മുമ്പ് റസൂലുള്ള പഠിപ്പിക്കുന്നു. സഹീഹായ ഹദീസാണ്. മുജാഹിദുകളുടെ ആഗോള ഹദീസ് പണ്ഡിതൻ നാസിറുദ്ദീൻ അൽബാനിയുടെ സിൽസിലത്തുൽ അഹാദീസ് സഹീഹ എന്ന ഗ്രന്ഥത്തിലാണ് ഇതുള്ളത്. സഹോദരന്മാരെ, ആ ഹദീസ് ഗ്രന്ഥത്തിൽ റസൂൽ പറയുന്നത് എന്താ? വഫാത്തായ ഖബറിൽ കിടക്കുന്ന എന്റെ അരികിൽ വന്ന്, ഖബറും പുറത്ത് വന്ന് ഈസാ നബി ആ മുഹമ്മദ് എന്ന് വിളിച്ചാൽ ലഉജീബന്നഹു, ഖബറിൽ കിടക്കുന്ന ഞാൻ ഈസാ നബിക്ക് ഉത്തരം ചെയ്യും. വഫാത്തായ നബി തങ്ങൾക്ക് ഇപ്രകാരം ചെയ്യാൻ കഴിയുമെന്ന് ആരംഭ റസൂല് പറയുന്നു. മുജാഹിദ് പറയുന്നതോ അത് ശിർക്കാണ്. നബിയെ നിങ്ങൾക്കത് തിരിഞ്ഞില്ലല്ലോ. റസൂലിനോട് പറയുന്നത് പോലെ, നബിയെ നിങ്ങൾക്ക് ഈ തൗഹീദ് തിരിഞ്ഞില്ലല്ലോ, അത് ശിർക്കല്ലേ നബിയെ? മുജാഹിദ് പറയുന്നു. റസൂല് പറയുന്നതോ ഖബറിന്റെ അരികിൽ വന്ന് എന്നെ വിളിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യും. സഹോദരന്മാരെ, അള്ളാന്റെ റസൂല് തന്നെ വിളിക്കാനുള്ള പ്രചോദനം നൽകുന്നു. ഈസാ നബി വിളിക്കുമ്പോ ഉത്തരം ചെയ്യുമെന്ന് പറയുന്നു. ശിർക്കാണെങ്കിൽ ഈസാ നബിക്ക് അത് ശിർക്ക് പറ്റുമോ? ഈസാ നബിക്ക് ശിർക്ക് ജായിസാകുമോ? വിഡ്ഢിത്തം വിളമ്പുന്നതിനും വേണ്ടേ ഒരതിര്? സഹോദരന്മാരെ, ഞാൻ പറയുന്നത് ലോകത്ത് കഴിഞ്ഞു പോയ ഇമാമുകൾ മുഴുക്കെ ഇസ്തിഗാസ ചെയ്തവരാണ്. റസൂലിനെ വിളിച്ച് തേടിയവരാണ്, തേടാൻ ഉപദേശിച്ചവരാണ്, ശഫാഅത്ത് ചോദിച്ചവരാണ്, ജാറത്തിങ്കലിൽ പോയി പ്രാർത്ഥിച്ചവരാണ്. അത് ശിർക്കാണെന്നും കുഫറാണെന്നും ഒരാളും പറഞ്ഞിട്ടില്ല. പക്ഷെ കേരളത്തിലെ മുജാഹിദുകളെ വിചിന്തനം പറയുന്നത് എന്താണ്? റസൂലുള്ളാന്റെ ഉൾപ്പെടെയുള്ള ബഹായിമാക്കളുടെ ജാറത്തിങ്കലേക്ക് പോയാൽ, അവിടെ പോയി തേടിയാൽ, ദുആ ചെയ്താൽ മുശ്രിക്കാണ്, കാഫിറാണ്, ജൂതനാണ്, ക്രിസ്ത്യാനിയാണ്. മഅദല്ലാഹ്, ലോകത്ത് കഴിഞ്ഞു പോയ ഇമാമുകൾ മുഴുക്കെ ഇവരുടെ ഭാഷയിൽ മുശ്രിക്കാവേണ്ടി വരും, കാഫിറാകേണ്ടി വരും, ജൂതനാകേണ്ടി വരും, ക്രിസ്ത്യാനിയാകേണ്ടി വരും. ഒരൊറ്റ ഇമാമും ഇവർ ഈ പഠിപ്പിച്ച ആശയം ലോകത്ത് പഠിപ്പിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല എന്ന വസ്തുത നിങ്ങൾ ഓർക്കണം. ലാ യസ്തഈദു ബിമഖ്ലൂഖിൻ എന്ന് പറഞ്ഞാൽ റസൂലുള്ള സഹായം തേടിയിട്ടില്ല എന്നല്ല. ഈ മുജാഹിദ് പറയുന്ന മഹാവിഡ്ഢിത്തമാണത്. അത് അർത്ഥമറിയാത്തത് കൊണ്ടാണ്. അവിടുത്തെ ചർച്ച തന്നെ മറ്റൊന്നാണ്. സഹോദരന്മാരെ, വിശദീകരിക്കാൻ സമയമില്ല. അതുകൊണ്ട് ലോകത്ത് കഴിഞ്ഞുപോയ ഇമാമുകളൊക്കെ തന്നെയും റസൂലുള്ളാഹിനെ വിളിച്ച് തേടിയവരാണ്, തേടാൻ ഉപദേശിച്ചവരാണ്. ശിർക്കാണെന്ന് പറഞ്ഞ, റസൂലുള്ളാഹിനെ വിളിക്കൽ ശിർക്കാണെന്ന് പറഞ്ഞ റസൂലുള്ളാഹി തങ്ങൾ അല്ലാഹുവിന്റെ അടിമയാണ്, റസൂലാണെന്ന് വിശ്വസിച്ചുകൊണ്ട് മുസ്ലിമീങ്ങളായ നമ്മൾ വിളിക്കുന്നത് പോലെ യാ റസൂലല്ലാഹ് എന്ന് വിളിക്കൽ ശിർക്കാണെന്ന് പറഞ്ഞ ഒരൊറ്റ ഇമാമിനെ ലോകത്ത് കാണിക്കാൻ മുജാഹിദുകൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല, ഇനി കഴിയുകയുമില്ല, ഖിയാമത്ത് നാൾ വരെ കഴിയുകയില്ല. യാതൊരു സംശയവുമില്ല. സഹോദരന്മാരെ, ഈ വസ്തുത നിങ്ങളൊക്കെ മനസ്സിലാക്കുകയും മുജാഹിദുകൾ താടി നീട്ടിയതുകൊണ്ടോ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്തതുകൊണ്ടോ നിങ്ങളാരും വഞ്ചിതരാകരുതെന്നും ഞാൻ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ളൊരു വിപത്ത് വന്നപ്പോ നമ്മുടെ മഹല്ല് കമ്മിറ്റി തന്നെ ഇത്തരം പരിപാടികൾക്ക്, ദീനിയായ പ്രവർത്തനങ്ങൾക്ക്
നേതൃത്വം നൽകേണ്ടുന്ന മഹല്ല് കമ്മിറ്റി തന്നെ ഇതിന് മുന്നിട്ടിറങ്ങി വിശ്വാസികൾക്ക് ഇതിന്റെ യാഥാർത്ഥ്യം പഠിപ്പിച്ചു കൊടുക്കുന്നതിന് സദസ്സൊരുക്കിയത് ഏറെ ശ്ലാഘനീയമാണ്. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. ഖൈറായ വിഷയങ്ങളിൽ മുന്നോട്ടു പോവാനുള്ള തൗഫീഖ് നൽകട്ടെ. ഞാനിവിടെ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു, സഹോദരങ്ങളെ, നമ്മളൊക്കെ നമ്മുടെ എന്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന ആളുകൾ രാഷ്ട്രീയപരമായി വ്യത്യസ്ത പാർട്ടികളായിരിക്കാം, മാർക്സിസ്റ്റ് പാർട്ടിന്റെ ആളുകളായിരിക്കാം, CPM CPIയുടെയും മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും കേരള കോൺഗ്രസിന്റെയും വ്യത്യസ്ത പാർട്ടികളിലായിരിക്കാം. അതുപോലെ തന്നെ നയപരമായി സംഘടനാപരമായി നമ്മൾ AP വിഭാഗത്തിൽപ്പെട്ടവരുണ്ടാകാം, EK ഏത് വിഭാഗമാണെങ്കിലും അതൊക്കെ നമ്മുടെ സംഘടനാപരമായ നയപരമായ ചില വ്യത്യസ്തതകളാണ്. പക്ഷേ ആദർശപരമായി ദീനിയായി അഹ്ലുസുന്നത്തി വൽ ജമാഅത്തല്ലാത്ത ഒരൊറ്റ വിശ്വാസവും ഒരൊറ്റ ആദർശവും സഹോദരങ്ങളെ നമുക്കുണ്ടാവാൻ പാടില്ല. ഈ സത്യം നിങ്ങൾ മനസ്സിലാക്കണം. അത് ഉണ്ടായോ, ഈ വിദേഹത്തിൽ പെട്ടുപോയോ, നമ്മൾ ഓർക്കണം, നമുക്ക് ഈമാനില്ലാതെ മരിക്കേണ്ടി വരും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ ഇബാദത്തുകൾ സ്വീകരിക്കപ്പെടാത്ത അവസ്ഥയാകും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. യഥാർത്ഥ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ അടിയുറച്ച് ജീവിച്ച് മരണം വരെ നമ്മുടെയും നമ്മുടെ മക്കളുടെയും നമ്മുടെ ആശ്രിതരുടെയും ഖിയാമത്ത് നാൾ വരെയുള്ള നമ്മുടെ കുടുംബ പരമ്പരകളെയും അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ അടിയുറപ്പിച്ചു നിർത്തുന്നതിനാവശ്യം നമ്മളെല്ലാവരും ചെയ്യണം. അതിനുവേണ്ടി പ്രവർത്തിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. അള്ളാഹു എല്ലാവർക്കും ഹിദായത്ത് നൽകുക. അവർക്ക് കുറെ തിരിയും. ഇന്ന് ഇവിടെ നിന്നൊക്കെ എങ്ങനെ പറഞ്ഞാലും ഇന്ന് രാത്രി ഉറങ്ങുമ്പോൾ നെഞ്ചത്ത് കൈവച്ച് അവർ ചിന്തിക്കും, യാതൊരു സംശയവുമില്ല. കാരണം ഈ കാണുന്ന ഇമാമുകളൊക്കെ കാഫറും മുശ്രിക്കും ആക്കിയിട്ട് ഇവരാണ് സ്വർഗത്ത് പോകുന്ന നടക്കുന്ന കാര്യമല്ലല്ലോ. മിനിമം അതെങ്കിലും അവർ ചിന്തിക്കും. അള്ളാഹു അവർക്കും ഹിദായത്ത് നൽകട്ടെ, ഹിദായത്തിലേക്ക് വഴി തുറന്നു കൊടുക്കട്ടെ. നമ്മുടെ ഈ പരിപാടി അതിനുള്ള ഒരു കാരണമാകുമാറാവട്ടെ. പിന്നെ നമ്മുടെ സഹോദരന്മാർ ചോദിക്കാൻ വന്ന അവർക്ക് അത് പോകാനുള്ള വഴി തുറന്നു കൊടുക്കണം. ഓരോന്നും ആരും നിങ്ങൾ കണ്ട് ബുദ്ധിമുട്ടാവൊന്നും വേണ്ട, അങ്ങനെ വിഷമിക്കണ്ട. ആരും ഒന്നും കാട്ടൂല, നിങ്ങൾ ബേജാറാവൊന്നും വേണ്ട. അത് ആളുകൾ ഇങ്ങനെ നോക്കുകയാണ്, ഇതൊന്നും ടെൻഷൻ ആകണ്ട. അവർക്ക് ഇങ്ങനെ ഞാൻ പോയിക്കോട്ടെ, ഒന്ന് പോയിക്കോട്ടെ. 3 മണിക്കൂറോളം ചോദ്യോത്തരവും എല്ലാം കൂടി ആയി. ആഖിറത്തിലേക്ക് നമുക്ക് അല്ലാഹു ഉപകാരം നൽകട്ടെ. ദുആർക്കാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. اللهم صل على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമുറാഹിമായ തമ്പുരാനെ, ഞങ്ങൾ പാപികളാണ്, ദോഷികളാണ് റഹ്മാനെ. ഞങ്ങളുടെ സർവ്വദോഷങ്ങളും ഞങ്ങൾക്ക് പൊറുക്കണേ റഹ്മാനെ. ഞങ്ങൾ ഇതുവരെ പറഞ്ഞതും കേട്ടതും ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യണേ റഹ്മാനെ. ആഖിറത്തിൽ മുതൽക്കൂട്ടാകുന്ന പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ഈ മഹത്തായ സംരംഭം സംഘടിപ്പിച്ച സംഘാടകർ, ഇതിനുവേണ്ടി ഓടി നടന്നവർ, പ്രവർത്തിച്ചവർ, ചെറുപ്പക്കാരുണ്ട്, അതുപോലെ വയസ്സായവരുണ്ട് റബ്ബേ. അതിന്റെ പ്രവർത്തകർ, ഇതിന് സഹായിച്ചവർ, സഹകരിച്ചവർ, അതിൽ സംബന്ധിച്ചവർ, സഹോദര സഹോദരിമാർ പലരുമുണ്ട് റബ്ബേ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത് ആഖിറത്തിലേക്ക് ഒരു മുതൽക്കൂട്ടാക്കണേ റഹ്മാനെ. യഥാർത്ഥ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ അടിയുറച്ച് ജീവിച്ചു മരിക്കാനുള്ള ഭാഗ്യം നൽകണേ റഹ്മാനെ. പടച്ചവനെ, തെറ്റിദ്ധാരണയുടെ പേരിൽ ആരെങ്കിലും മാറി ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ല വഴി ചിന്തിക്കാനും ഹിദായത്ത് ലഭ്യമാക്കാനുമുള്ള കാരണമാക്കി മാറ്റണേ റഹ്മാനെ. ഈ പരിപാടിയെ നീ അതിന്റെ കാരണമാക്കണേ റഹ്മാനെ. ഇതുമായി സഹകരിച്ചവർ, പ്രവർത്തിച്ചവർ, ഇതിനുവേണ്ടി സഹായിച്ചവർ, ചെറുതും വലുതുമായ സംഭാവന നൽകിയവർ, എല്ലാവരുടെയും പ്രവർത്തനങ്ങളും സംഭാവനകളും നീ സ്വീകരിക്കണേ റഹ്മാനെ. ആഖിറത്തിൽ അതിന്റെ പ്രതിഫലം, വണ്ണമായ പ്രതിഫലം കാണാനുള്ള ഭാഗ്യം നൽകണേ റഹ്മാനെ. ഞങ്ങളുടെയും ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാര്, ഭാര്യമാര്, സന്താനങ്ങൾ, കുടുംബങ്ങൾ, ബന്ധുമിത്രാദികൾ, ഞങ്ങളെ സ്നേഹിക്കുന്നവർ, സഹായിക്കുന്നവർ, കടപ്പാടുള്ളവർ, ഞങ്ങൾക്ക് ഭക്ഷണം നൽകിയവർ, സൗകര്യങ്ങൾ നൽകിയവർ, ഒരുക്കിത്തന്നു എല്ലാവരുടെയും ദോഷങ്ങളെ പൊറുക്കണേ റഹ്മാനെ. അവരുടെയും ഞങ്ങളുടെയും രോഗങ്ങൾക്ക് ശിഫ നൽകണേ റഹ്മാനെ. പ്രയാസങ്ങളെ ദൂരീകരിക്കണേ റബ്ബെ. അപകടങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും അവരെയും ഞങ്ങളെയും കാത്തുരക്ഷിക്കണേ റബ്ബെ. യഥാർത്ഥ ദീനിൽ അടിയുറപ്പിച്ച് നിർത്തണേ റബ്ബെ. ഞങ്ങളെ മക്കളെ നീ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ഖിയാമത്ത് നാൾ വരെയുള്ള സന്താന പരമ്പരയെ ബിദ്അത്തിനെ തൊട്ട് കാത്തുരക്ഷിക്കണേ റഹ്മാനെ. പടച്ചോനെ, റഹ്മാനായ റബ്ബെ, മക്കൾ നാശമായി കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് റബ്ബെ. അവരെ നീ സ്വാലിഹ്യങ്ങളിൽ ഉൾപ്പെടുത്തണേ റബ്ബെ. ഗർഭവതികളായ സഹോദരിമാര് ഞങ്ങളെ വീടുകളിലുണ്ട്, സുഖപ്രസവം നൽകണേ റഹ്മാനെ. പടച്ചവനെ റബ്ബെ,
ഞങ്ങളുമായി ബന്ധപ്പെട്ട ഞങ്ങളാക്കിയ വളരെ ആളുകളുണ്ട്, മാതാപിതാക്കൾ, ഉസ്താദുമാർ പലരും രോഗശയ്യയിലാണ്. ശിഫ നൽകണേ റഹ്മാനെ. അവർക്കും ഞങ്ങൾക്കും പൂർണ്ണ ശിഫ നൽകണേ, ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റബ്ബേ. ഞങ്ങളുടെയും അവരുടെയും മനസ്സിന്റെ അടിത്തട്ടിലുള്ള മുറാദുകൾ നീ ഹാസിലാക്കണേ റബ്ബേ. വിവാഹപ്രായമെത്തിയ സഹോദര സഹോദരിമാർക്ക് അനുയോജ്യരായ ഇണകളെ നൽകണേ റഹ്മാനെ. അതിനുള്ള മാർഗങ്ങൾ തുറന്നു തരണേ റഹ്മാനെ. പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒട്ടേറെ ആളുകളുണ്ട്, ഖബറിലാണ് റബ്ബേ. അവരുടെ ഖബറിടം സ്വർഗമാക്കണേ റബ്ബേ. ഞങ്ങളെയും മേൽ പറയപ്പെട്ട മുഴുവൻ ആളുകളെയും പടച്ചവനെ അവസാന സമയം ഈമാനോടുകൂടെ മരണപ്പെട്ട് സ്വർഗീയ ലോകത്ത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജിവാറിൽ ഒരുമിച്ച് കൂട്ടുന്നവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين الحمد لله رب العالمين. എല്ലാവരും ദുആ ചെയ്യണമെന്ന വസിയത്തോടെ وإلى لقاء آخر. السلام عليكم ورحمة الله وبركاته.